ദാവീദിൻ്റെ സ്പേം ബാങ്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നും അതിൻ്റെ അകത്തുനിന്ന് യേശുവിനെ ദൈവം ആകാശത്തിൽ വെച്ച് സൃഷ്ടിച്ചൊരു ആകാശജീവിയായിട്ട് സൃഷ്ടിച്ചുവെന്നുമാണ് ഇതിൻ്റെ അർത്ഥമെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നത്. നമസ്കാരം. സാഫ്റ്റ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നവനാസ്തികതയെക്കുറിച്ചാണ് ഒരു വിശകലനം ചെയ്തത്. നിങ്ങളിൽ നിന്നൊക്കെ വളരെ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഞങ്ങളെ അറിയിക്കും. ഇതൊരു പുതിയ പ്രൊജക്റ്റാണ്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടോ, ഈ ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് ഗുണകരമാണോ എന്ന് ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത് നവനാസ്തികർ തന്നെ മുന്നോട്ട് പിടിക്കുന്ന ഒരു പ്രധാന വാദം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചായിരുന്നു. അത് യേശുവിൻ്റെ ചരിത്രപരത. യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ചരിത്രത്തിൽ സംഭവിച്ച ദൈവത്തിൻ്റെ ഇടപെടലിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം ക്രിസ്ത്യാനിത്വത്തിന് ഏറ്റവും പരമപ്രധാനമായൊരു കാര്യമാണ്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനതൊരു ചരിത്രപരമായൊരു അവകാശവാദമാണ് ഞാൻ ഉന്നയിക്കുന്നത്. സോ അതിനുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. അപ്പം ഇതിനകത്ത് ആദ്യം വരുന്ന ചോദ്യം എന്നുള്ളത്, പൊതുവെ നമ്മൾ ചരിത്രത്തിൽ പല കാര്യങ്ങളും ഉവ്വതാണ് എന്ന രീതിയിൽ നമ്മൾ സ്വീകരിക്കുന്ന പലതുണ്ട്. ഇപ്പം അശോക ചക്രവർത്തിയുടെ കാര്യമായാലും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അലക്സാണ്ടർ അങ്ങനെ ചെയ്തു, അശോകൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ തന്നെ നമ്മൾ സ്വീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു വിശകലനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം വരുന്ന ചോദ്യം, എങ്ങനെയാണ് ചരിത്ര പഠനം നടക്കുന്നത്? ഹിസ്റ്റോറിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന രീതി എങ്ങനെയാണ്? ഇതിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചരിത്രത്തിനെ സമീപിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സാധ്യതകളല്ല, യുക്തിപരമായ സാധ്യതകൾ പലതുണ്ടാകാം. എന്നാൽ സംഭവിച്ചിരിക്കുവാനുള്ള സാധ്യത, വേണമെങ്കിൽ മലയാളത്തിൽ അതിനെ സംഭവ്യ സാധ്യതയെന്നോ മറ്റോ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി. നമ്മൾ നോക്കുന്ന പ്രോബബിലിറ്റിയാണ്. നമ്മൾ പ്രോബബിലിറ്റിയാണ് നോക്കുന്നത്. സോ പ്രോബബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും പല കാര്യങ്ങളും പറയുമ്പോൾ അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, അങ്ങനെയുള്ള പലതരത്തിലുള്ള റെസ്പോൺസുകൾ വരാറുണ്ട്. യഥാർത്ഥത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെയാകാം, ഇങ്ങനെയാകാം, അതല്ല ചോദ്യം. എന്താണ് സംഭവിച്ചിരിക്കുവാൻ സാധ്യതയുള്ളതെന്നാണ് നമുക്ക് മുൻപിൽ ലഭ്യമായിട്ടുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അതാണ് ചരിത്രത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ സാധ്യതകൾ എന്ന് പറയുമ്പം ഒരേപോലെ തോന്നിയേക്കാമെങ്കിലും അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രോബിലിറ്റിയും പോസിബിലിറ്റി രണ്ടാണ്. അതായത് പോസിബിലിറ്റി പറയുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാം. യുക്തിക്ക് നിരക്കുന്ന ഏത് കാര്യം എടുത്താലും നമുക്ക് അതിനെ പോസിബിലിറ്റി ആയിട്ട് പറയാം. പക്ഷേ മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നടക്കാൻ യഥാർത്ഥത്തിൽ സാധ്യത ഉണ്ടായിരുന്ന പ്രോബിലിറ്റി 10-1 അല്ലെങ്കിൽ 100-1 നമ്മൾ പറയുമ്പോൾ ആ ഒരു പ്രോബിലിറ്റി വരുമ്പോൾ സ്പെസിഫിസിറ്റി വെച്ച് വരുന്നത് ഏതാണ് ചരിത്രപരമായിട്ട് നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നത്, സംഭവിച്ചിരിക്കുവാൻ സാധ്യതയുള്ളത് എന്താണ്. അപ്പം നമുക്ക് 3 തരത്തിൽ ചിന്തിക്കാം. ഒന്ന് യുക്തിപരമായൊരു സാധ്യത, രണ്ടാമത്തേതെന്ന് പറയുന്നത് സത്യമായിരിക്കുവാനുള്ള സാധ്യത, മൂന്നാമത്തേതെന്ന് പറയുന്നത് സംഭവിച്ചിരിക്കുവാനുള്ള സാധ്യത. ഇതിൽ സംഭവിച്ചിരിക്കുവാനുള്ള സാധ്യതയാണ് നാം ഒരു ചരിത്രകാരൻ എന്നുള്ളത് ചരിത്ര വീക്ഷണത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ തെളിവുകൾ എന്ന് പറഞ്ഞു, എന്താണ് നമുക്ക് ചരിത്രത്തിനെ കുറിച്ച് ലഭിക്കുന്ന തെളിവുകൾ? നമുക്ക് പെട്ടെന്ന് എല്ലാവരും മനസ്സിൽ വരുന്ന സംഭവങ്ങൾ നമുക്ക് ഗവേഷണം ചെയ്ത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ചില ടാൻജിബിൾ എവിഡൻസ്, അതായത് ഒരു നാണയം അല്ലെങ്കിൽ ഒരു ചിത്രപ്പണി അല്ലെങ്കിൽ ഒരു കൈയെഴുത്ത്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ അത് മാത്രമാണോ നമ്മുടെ തെളിവുകളായിട്ട് നമ്മൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത്? ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന എന്തും ഒരു ചരിത്രാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ്. സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുതപ്പെട്ടിട്ടുള്ള രേഖകളാണ്. ആ കാലഘട്ടത്തിന് സമീപ കാലഘട്ടത്തിൽ നിന്ന് എഴുതപ്പെട്ടിട്ടുള്ള രേഖകൾ, അതുപോലെ തന്നെ പുരാവസ്തു ഗവേഷണ സംബന്ധമായിട്ടുള്ള തെളിവുകൾ. അവിടെയാണ് ബ്രദർ പറഞ്ഞ നാണയങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള നാണയങ്ങളോ അല്ലെങ്കിൽ ഒരു ശിലാലിഖിതമോ ഒക്കെ ലഭിക്കുന്ന സാധാരണഗതിയിൽ രാജാക്കന്മാരുടെയും മറ്റും അല്ലെങ്കിൽ ഭരണാധികാരികളുടെയും മറ്റും കാര്യത്തിലാണ്. നാം യേശുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അന്വേഷിക്കേണ്ടത് ഏറ്റവും ആദിമമായ ദൃക്സാക്ഷികളുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിശ്വസനീയമായ സാക്ഷ്യം. അതാണ് നമ്മൾ അന്വേഷിക്കുന്ന ചരിത്രപരമായ തെളിവ് എന്നുള്ള നിലയിൽ. കാരണം നമ്മൾ രാജാക്കന്മാരെ പറ്റി പലതും എഴുതുന്നതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് അവർ അതിന് എഴുതാൻ വേണ്ടി സമയവും പണവും ഒക്കെ ചിലവാക്കി ചിലരെ നിയുക്തരാക്കി നിർത്തിയത് കൊണ്ടാണ് പലരും എഴുതപ്പെടുന്നത്. നമ്മൾ ഇന്ന് കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു ബ്ലോഗ് എഴുതുകയോ ഒരു ഫേസ്ബുക്ക് എഴുതുന്നയോ രീതിയിൽ പോലെ അത്രയും സുലഭമല്ലായിരുന്നു അന്ന്. അതെ, കാരണം
അന്നത്തെ കാലത്ത് ചരിത്രം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും ഒരു ദേശത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ആണ് രേഖപ്പെടുത്താൻ ചരിത്രകാരന്മാർ തയ്യാറാകുന്നത്. അതല്ലാതെ ഏതെങ്കിലും പ്രാദേശികമായ സംഭവങ്ങൾ ആ ഒരു നിലയിൽ രേഖപ്പെടുത്തുന്നത് വളരെ കുറവായിരുന്നു. അപ്പം നിങ്ങൾ ഒരു ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാകണമെങ്കിൽ ആ ദേശത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ അതാണ് കൂടുതലും രേഖപ്പെടുത്തി വെച്ചത്. അത്തരം ചരിത്രങ്ങളാണ് നമുക്ക് കൂടുതലും ലഭ്യമായിട്ടുള്ളത്. നാം യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, യേശുക്രിസ്തു 2000 വർഷത്തിന് ഇപ്പുറത്ത് കർത്താവിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, ലോകത്തിൽ കർത്താവ് ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ യേശുവിൻ്റെ കാലഘട്ടത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തീരെ പ്രാധാന്യം അർഹിക്കാത്ത ഒരു സ്ഥലത്ത് ജനിച്ച് ഒരു സഞ്ചാര പ്രാസംഗികനായിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ആര് രേഖപ്പെടുത്തും എന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അതും അന്ന് കാലഘട്ടത്തിൽ പലരും ശ്രദ്ധിച്ചിരുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ അട്ടിമറി നടത്താതിരിക്കുകയോ അല്ലെങ്കിൽ വെറും 3.5 വർഷത്തെ പ്രസംഗ കാലയളവ്, അത് മുക്കവരും തുടങ്ങിയിട്ടുള്ള ആരവരും അറിയപ്പെടാത്ത ഒരു കൂട്ടത്തെ നയിക്കുന്ന, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ഓണങ്കേറ മൂലയിൽ ചെയ്ത ഒരു സംഭവം എഴുതപ്പെടണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അൺറീസണബിൾ ആണ്, യുക്തിക്ക് നിരക്കുന്ന ഒരു ഇതാണ്. പിന്നെ അത് മാത്രമല്ല, യേശു തന്നെ നേരിട്ട് രേഖകളും പുസ്തകങ്ങളും ഒന്നും എഴുതുന്നില്ല, ആത്മകഥാപരമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും കർത്താവിനെ നമുക്കൊരിക്കലും ഭരണാധികാരി എന്നൊരു കാറ്റഗറിയിൽ പെടുത്താനായിട്ട് സാധിക്കില്ല. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു കാറ്റഗറി, ഒരു വിഭാഗത്തിൽ യേശുവിൻ്റെ ആ പ്രവർത്തനത്തെ നമുക്ക് ഉൾപ്പെടുത്താമെങ്കിൽ ഒരു അധ്യാപകൻ, ഒരു ഗുരു എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്താം. സാധാരണഗതിയിൽ ആരാണ് ഗുരുക്കന്മാരെ കുറിച്ച് രേഖപ്പെടുത്തി വെക്കുന്നത്? തീർച്ചയായിട്ടും അവരുടെ ശിഷ്യര് തന്നെയാണ്. അതെ, ഇപ്പം നമ്മൾ സോക്രട്ടീസിൻ്റെ കാര്യം എടുത്താലോ അല്ലെങ്കിൽ കൺഫ്യൂഷ്യസിൻ്റെ കാര്യം എടുത്താലോ ഒക്കെ ഈ പറയുന്ന വ്യക്തികളെക്കുറിച്ചൊക്കെയുള്ള ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് രേഖപ്പെടുത്തി വെക്കുന്നത്, പ്രത്യേകിച്ചും അവർ തന്നെ രചനകൾ നടത്തിയിട്ടില്ലെങ്കിൽ അവർ രേഖപ്പെടുത്തി വെക്കുന്ന സ്വാഭാവികമായിട്ടും അവരുടെ ശിഷ്യന്മാരായിരിക്കും. സോ അതാണ് നമ്മൾ യേശുവിനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ കാരണം എപ്പോഴും നമ്മളൊരു ചരിത്രപരമായ അന്വേഷണത്തിൽ നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പം യേശുവിനെ കുറിച്ച് ഒരു നാണയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത് യേശുവിൻ്റെ ചരിത്രപരതയ്ക്ക് എതിരായിട്ടുള്ള തെളിവാകുന്നില്ല. അല്ലെങ്കിൽ പീലാത്തോസിനെ കുറിച്ച് ലിഖിതങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ യേശുവിനെ കുറിച്ച് ലഭിക്കണമെന്ന് നമുക്ക് ചടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം സ്വാഭാവികമായിട്ടും യേശുവിനെ പോലെ ഒരു ആളെക്കുറിച്ച് എഴുതുവാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾ ചരിത്രം നോക്കുന്നതിന് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഗോസ്പൽ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് തന്നെ യേശുവിൻ്റെ പിൻഗാമികൾ, ശിഷ്യരായിട്ടുള്ളവർ എഴുതിയിട്ടുള്ള മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവർ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ ചരിത്രപരതയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ നമ്മളത് ശ്രദ്ധ തിരിക്കുന്നതായിരിക്കും. പക്ഷേ ഓടിച്ചു വിട്ട് നമ്മളൊരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഗോസ്പൽസിനെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട്, അതായത് ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്ര വസ്തുതകൾ പറയുന്ന പുസ്തകങ്ങളാണോ എന്ന് വിശകലനം ചെയ്യുമ്പോൾ തന്നെ അത് ഉവ്വ് എന്നൊരു ഉത്തരമാണ് നമ്മൾ എത്തിക്കാണുന്നത്. നിശ്ചയമായും. കാരണം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ കൽക്കട്ടയിലാണ് എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ കൽക്കട്ട ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു കൽക്കട്ടയെക്കുറിച്ചൊരു ഒരു വിശദീകരണം, എൻ്റെ ഒരു യാത്രാക്കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ ഞാൻ അതിൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുടെ പേര്, ഞാനത് കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളുടെ പേരൊക്കെ എപ്പോഴും കൽക്കട്ട എന്ന 21-ാം നൂറ്റാണ്ടിലെ പ്രദേശവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പൊരുത്തപ്പെടുന്ന പേരുകളായിരിക്കും. അതെ. അപ്പം സുവിശേഷങ്ങളെ പറ്റി വിശകലനം ചെയ്തവരൊക്കെ നോക്കിക്കാണിക്കുന്നത് അന്ന് കാലഘട്ടത്തിൽ, അത് 1-ാം നൂറ്റാണ്ടിൽ യഹൂദിയ പ്രദേശത്ത്, പലസ്തീൻ്റെ പ്രദേശത്ത് നിങ്ങളൊരു യഹൂദനെ പോയി കണ്ടുമുട്ടുകയാണെങ്കിൽ അവൽ ഏതൊക്കെ തരം പേരുകളായിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ആ പേരുകൾ അതേ പ്രൊപ്പോർഷനോടെ തന്നെ, അതായത് പത്രോസ് എന്ന പേര് അത്രയും സുലഭമാണെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷനാലിറ്റി പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നു. സ്ഥലങ്ങളുടെ പേര്, നദികളുടെ പേര്, വെള്ള തടാകങ്ങളുടെ പേര്, അതെല്ലാം അതേപടി കാണുന്നു. അത് മാത്രമല്ല, ഈ നോസ്റ്റിക് ഗോസ്പൽസ്, അതായത് സുവിശേഷങ്ങളിൽ ചേർത്തപ്പെടാതെ മാറ്റി നിർത്തിയെന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന, യഥാർത്ഥ സുവിശേഷങ്ങൾ ചിന്തിക്കുന്ന നോസ്റ്റിക് ഗോസ്പൽസ്, അതായത് 2-ാം നൂറ്റാണ്ടിലൊക്കെ വരുന്നവയിലൊക്കെ നോക്കുമ്പം ഈജിപ്തിലുള്ള, സിറിയയിലുള്ള പ്രബലമായിട്ടുള്ള പേരുകളാണ് പലസ്തീൻ്റെ പ്രദേശത്ത് ജീവിക്കുന്ന യഹൂദന്മാർക്ക് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് കാണിക്കുന്നത് ഈ 4 സുവിശേഷങ്ങൾക്ക് മറ്റ് സുവിശേഷങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന കൃതികളിൽ നിന്നുമുള്ള ഒരു സുപ്പീരിയോറിറ്റിയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഒറ്റൊരു ഭാഗം നിർത്തി പറയുകയാണെങ്കിൽ ലൂക്കോസിൻ്റെ ആധികാരികത, ലൂക്കോസിൻ്റെ ചരിത്രപരത, ലൂക്കോസ് എന്ന് പറഞ്ഞ ആ വ്യക്തി ഒരു ശരിക്കുമുള്ളൊരു ഹിസ്റ്റോറിയൻ ആണോ എന്ന് ചോദിച്ച് ഇറങ്ങിയ ഒരാളാണ് സർ വില്യം റാൻസേ. വളരെ പ്രശസ്തനായ, ഒരുപക്ഷെ മനുഷ്യചരിത്രത്തിൽ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ആർക്കിയോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻ എന്ന രീതിയിൽ അഭിപ്രായപ്പെടുന്ന ഒരാളാണ്. സർ വില്യം റാൻസേ പറഞ്ഞിരിക്കുന്നത് ലൂക്ക് ഈസ് എ ഹിസ്റ്റോറിയൻ ഓഫ് ദ ഹയസ്റ്റ് റാങ്ക്. അദ്ദേഹം ലൂക്കോസ് തെറ്റിപ്പോയി, ലൂക്കോസിൻ്റെ പല കണക്കൂട്ടുകളിലും രേഖപ്പെടുത്തലുകളും തെറ്റിപ്പോയി എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. പക്ഷെ അദ്ദേഹം തൻ്റെ പഠനത്തിൽ ഒടുവിലെത്തിയെന്ന് പറഞ്ഞത് ചരിത്രകാരന്മാരിൽ ഏറ്റവും മുൻനിരയിലുള്ള ഒരാളാണ് ലൂക്കോസ് എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് നമുക്ക്
വിശദമായിട്ട് അറിഞ്ഞ് തിരിക്കാമെങ്കിലും അതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ. അതായത് നമ്മൾ സുവിശേഷങ്ങളുടെ ചരിത്രപരം അല്ലെങ്കിൽ ചരിത്രപരമായ ആധികാരികതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ചരിത്രപരമായിട്ടുള്ള ആധികാരികത നിശ്ചയമായിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്രദർ പറഞ്ഞ പോയിന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലം, അവിടെയുള്ള സ്ഥലങ്ങൾ, വളരെ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വ്യക്തികൾ, ചരിത്രത്തിൽ നമുക്ക് തെളിവുള്ള വ്യക്തികൾ, സ്ഥലം, വ്യക്തികൾ, ഇനിയും ചില സംഭവങ്ങൾ തന്നെ മറ്റ് ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഭവങ്ങൾ, ഇത് ഒരു പെരിഫറലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിനേക്കാൾ സങ്കീർണമായ ചില തെളിവുകൾ ഉണ്ട്. അത് നമ്മൾ മറ്റൊരു ഭാഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ ഭാഗത്തിലേക്ക് വിശദമായി കടക്കുന്നില്ല. എങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് സുവിശേഷങ്ങൾ ചരിത്രപരമായ ആധികാരികതയുള്ളവയാണെന്ന് വ്യക്തമായ തെളിവുകളിലൂടെ നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. അത് അവിടെ നമ്മൾ നിർത്തിയിട്ട് നമുക്ക് യേശുവിനെക്കുറിച്ച് തന്നെയുള്ള ചരിത്രപരമായ തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പം സാധാരണഗതിയിൽ എങ്ങനെയാണ് യേശുവിനെക്കുറിച്ചുള്ള ചരിത്രപരമായ തെളിവുകൾ എന്ന് പറയുമ്പോൾ എവിടെയാണ് പലരും തുടങ്ങാറുള്ളത്? പലരും തുടങ്ങുന്നത് സുവിശേഷങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ്. അതിന് കാരണം സുവിശേഷങ്ങളെ നോക്കിയിട്ട് ഇത് ദൈവവചനമാണല്ലോ, അതുകൊണ്ട് എനിക്കിതായിട്ട് യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ ക്രൈസ്തവർ ഇതിനെ നോക്കി ദൈവവചന തുല്യമായിട്ട് കാണുന്നുണ്ട്, ഇതിന് ഞാൻ ഒരിക്കലും വില കൊടുക്കത്തില്ല എന്ന് പറയുന്നൊരു തുടക്കത്തിൽ നിന്നാണ് പല ക്രൈസ്തവർ വിശകലനം തുടങ്ങുന്നത്. ശരി, അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് അതൊന്ന് അനുവദിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ യേശുവിനെ പറ്റി രേഖപ്പെടുത്തുന്ന അക്രൈസ്തവരായ അല്ലെങ്കിൽ സുവിശേഷങ്ങൾക്ക് നിന്നും പുറത്തുള്ള ആരൊക്കെയാണ് രേഖപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യത്തിലേക്കാണ് പൊതുവെ ശ്രദ്ധ തിരിയുന്നത്. അപ്പം അതിൽ പ്രഥമമായിട്ട് വരുന്നൊരു പേര് യോസീഫസ് ആണ്. യോസീഫസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ യോസീഫസ് ഒരു യഹൂദനായിരുന്നു. എന്നാൽ റോമൻ സാമ്രാജ്യത്തിനോടൊരു താല്പര്യമുണ്ടായിരുന്ന ഒരു പക്ഷപാതമുണ്ടായിരുന്ന ഒരു ചരിത്രകാരനായിരുന്നു. തൻ്റെ ജൂയിഷ് വാർസിനെ പറ്റിയും ഈ മക്കാബിൻ റിവോൾട്ട് അങ്ങനെ തുടങ്ങിയ പല സംഭവങ്ങളുടെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് യോസീഫസിൻ്റെ വർക്കിൽ നിന്നാണ്. അതെ, യഹൂദന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് വളരെ ജാഗ്രതയോടെ യഹൂദന്മാരുടെ ചരിത്രം റോമക്കാർക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ആ കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളവരിലെ യഹൂദ പശ്ചാത്തലത്തെക്കുറിച്ച് അല്ലെങ്കിൽ യഹൂദ നാട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് ജോസീഫസ്. ജോസീഫസിൻ്റെ രചനകളിൽ യേശുവിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഏറ്റവും വളരെ അറിയപ്പെടുന്ന ഒരു പരാമർശം കൂടാതെ യാക്കോബിനെ കുറിച്ച്, യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ചുള്ള വളരെ സാന്ദർഭികമായ ഒരു പരാമർശമുണ്ട്. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ചരിത്രകാരന്മാർ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ആ ഒരു പരാമർശത്തിനാണ്. യേശുവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശം തൻ്റെ രചനയിൽ ജോസീഫസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അതിന് ഏറ്റവും ചരിത്രപരമായ മൂല്യം ഉള്ളത് എന്ന് ചോദിച്ചാൽ, ജോസീഫസ് അവിടെ ഇൻറ്റൻഷനലായിട്ട് മനഃപൂർവ്വമായിട്ട് യേശുവിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയല്ല ആ സന്ദർഭം ഉപയോഗിക്കുന്നത്. മറിച്ച് അവിടെ നടന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ചില യഹൂദരായിട്ടുള്ള വ്യക്തികൾ, അവിടുത്തെ മഹാപുരോഹിതനടക്കമുള്ള വ്യക്തികൾ ചിലർ അധികാരം ദുർവിനിയോഗം നടത്തിയതിനെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിൻ്റെ ഭാഗമായി യേശുവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ രക്തസാക്ഷി മരണത്തെക്കുറിച്ച് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് ഈ യാക്കോബ് ക്രിസ്തുവിൻ്റെ സഹോദരനായിരുന്നു എന്നൊരു പരാമർശം വളരെ സാന്ദർഭികമായിട്ട് ജോസീഫസ് അവിടെ നടത്തുകയാണ്. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളാണ് ആ ഒരു ഭാഗം എഴുതിയിരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെഴുതുക, ഏറ്റവും പ്രാധാന്യത്തോടെ അവർ വിവരിക്കുക യേശുവിനെ കുറിച്ചായിരിക്കും. മറിച്ച് അവിടെ യാക്കോബിൻ്റെ ഭക്തി, യാക്കോബിൻ്റെ രക്തസാക്ഷിത്വമാണ് അവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള സാന്ദർഭികമായ പരാമർശങ്ങൾ ചരിത്രപരമായി വളരെയധികം മൂല്യമുള്ളവയാണ്. സോ അതൊരു പരാമർശമുണ്ട്. അതുകൂടാതെ നമ്മൾ കാണുന്ന ഒരു വളരെ ഡിബേറ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്നുള്ളത് യോസീഫസിൻ്റെ ആൻറ്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിന്, അതൊന്ന് 18ാമത്തെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം യേശുവിനെ പറ്റിയൊരു വിവരണം അവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതും പലരും അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത് യോസീഫസിനെ പോലെയുള്ള ഒരു യഹൂദൻ യേശുവിനെ പറ്റി ഇത്രയും വിപുലമായിട്ട് പറയുമോ എന്നൊരു ചോദ്യം കാണിച്ചിട്ട് ആ ഭാഗത്ത് പറഞ്ഞത് ഒന്നും ചരിത്രപരമായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല, അത് പാടെ തള്ളിക്കളയണം എന്നൊരു അഭിപ്രായം പലരും വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു രത്ന ചുരുക്കം പറയുകയാണെങ്കിൽ ഷ്ലോമോ പൈൻസ് എന്ന് പറയുന്ന സ്കോളറും പിന്നെ ഇപ്പോൾ ഇവിടെ പുറകെ കാണുന്ന ദ മാർജിനൽ ജ്യൂ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ജോൺ മയറും ഇവരുടെ വർക്കിനകത്ത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് 2 വേർഷൻസ് ഇവർ കാണിക്കുന്നുണ്ട്. ഈ ഡിബേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ജോസീഫസ് എഴുതിയ ഭാഗത്തിൻ്റെ ഇവർ രണ്ടുപേരും ചിന്തിക്കുന്ന ആധികാരികരമായിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജോസീഫസ് എഴുതി എന്ന് ഇവർ അവകാശപ്പെടുന്ന 2 വേർഷൻസ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും നമ്മൾ കൂട്ടിച്ചേർന്ന് നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് ജോസീഫസിനെ, ക്രിസ്തുവിനെ പറ്റി നമ്മൾ കാണുന്ന സംഭവം എന്നുള്ളത് ഒരു ജ്ഞാനിയായൊരു മനുഷ്യനായിരുന്നു. യഹൂദന്മാരും യഹൂദന്മാരല്ലാത്തതുമായിരുന്ന ചില പിൻഗാമികൾ തനിക്കുണ്ടായിരുന്നു. പീലാത്തോസ് തന്നെ കുറ്റം വിധിച്ച്
ക്രൂശീകരണത്തിന് വേണ്ടി തന്നെ കുറ്റം വിധിച്ചു, തന്നെ ക്രൂശിച്ചു. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാർ അവരുടെ വിശ്വാസം, അവരുടെ ക്രിസ്തുവിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയിലുള്ള വിശ്വാസം, അവർ ശിഷ്യ സമൂഹം തുടർന്ന് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരാൾ പറയും, ഈ ഉയർത്തെഴുന്നേറ്റ് എന്ന് അവിടെ പറയുന്നില്ലല്ലോ, ഉയർത്തെഴുന്നേറ്റു എന്നല്ല പറയാനല്ല നമ്മൾ സ്ഥാപിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന ചരിത്രപരതയ്ക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അനാലിസിസ് ആണ് അവിടെ ഈ ഡിബേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. സോ അവിടെ ജോസിഫസ് എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തുവെന്ന് ആരോപിക്കപ്പെടുന്ന ഭാഗങ്ങൾ ഒഴിവാക്കി പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചരിത്രപരമായ വ്യക്തമായ തെളിവുകളുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ സംഗതി എന്ന് പറയുന്നത് യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. അവിടെ ജോസിഫസ് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് ഏലിയാവിനെ കുറിച്ചും മറ്റും പറയുന്ന ഭാഗത്ത് ജോസിഫസ് ഉപയോഗിച്ചിട്ടുള്ള സവിശേഷമായ ഒരു പദപ്രയോഗമാണ്. അതിശയങ്ങൾ എന്നൊരു രീതിയിലാണ് ജോസിഫസ് അവിടെ ഒരു പദപ്രയോഗം കൊടുത്തിരിക്കുന്നത്. ആ പദപ്രയോഗം ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കാണുന്നില്ല പൊതുവെ. മറിച്ച് അത് ജോസിഫസിൻ്റെ ആയിട്ടുള്ള ഒരു തനത് പദപ്രയോഗമാണ് അത്ഭുതങ്ങളെ ആ നിലയിൽ പരാമർശിക്കുന്നത്. സോ അത്തരത്തിലുള്ള പല ടെക്സ്ച്വൽ എവിഡൻസസിൻ്റെ ബേസിലാണ് ഈ ജോസിഫസ് എഴുതിയതായി നാം കാണുന്നതിൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ജോസിഫസ് തന്നെ രേഖപ്പെടുത്തിയതാണെന്നുള്ളൊരു നിലപാടിലേക്ക് ചരിത്രകാരന്മാർ എത്തിയിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ 1 by 1 ആയിട്ടുള്ള വിശദീകരണത്തിലേക്ക് കടക്കാനുള്ള സമയപരിമിതിയുണ്ട്. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള വളരെ സുപ്രധാനമായ ചില ചരിത്രപരമായ തെളിവുകൾ, കാരണം ഒരു രചയിതാവ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്ന് വേറിട്ട ഭാഗങ്ങൾ ചരിത്രകാരന്മാർക്ക് ഈ ഇത്തരത്തിലുള്ള രചനകൾ വിശകലനം ചെയ്യുന്നവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ ഇതിനെ സമീപിച്ച് കഴിയുമ്പോൾ യോസിഫസ് യേശുവിനെ കുറിച്ച് കൃത്യമായ പരാമർശങ്ങൾ ജോസിഫസ് നടത്തിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അവിടെ തന്നെ ഇവിടെ ആർഗ്യുമെന്റ് വരുന്നതെന്ന് പറയുന്നത് യോസിഫസ് എഴുതിയതിനെ ക്രിസ്ത്യാനികൾ കൈകടത്തി സ്വാധീനിച്ചു എന്നൊരു ആർഗ്യുമെന്റ് വരുന്നത്. പക്ഷെ അവിടെ പ്രസക്തമായി വരുന്ന മറ്റൊരു ചോദ്യം ഫൈലോ ഓഫ് അലക്സാൻഡ്രിയ, അതായത് ആദ്യകാലങ്ങളിൽ സഭാപിതാക്കന്മാർ വളരെ വിലപ്പെട്ടതായിട്ട് കണ്ട അല്ലെങ്കിൽ ബഹുമാനത്തോടൊക്കെ കണ്ട ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ജൂയിഷ് തിയോളജിയനാണ് ഫൈലോ. ഫൈലോയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ കൈകടത്തി എന്ന ചോദ്യമാണ്. അതിന്റെ പ്രസക്തി എന്താണ്? കാരണം എന്ന് പറയുന്നത് ഇവിടെ പലരും ആരോപിക്കുന്നത് പോലെ ജോസിഫസിന്റെ ആ രചനയിൽ കാണുന്നത് മുഴുവനായിട്ടും ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തൊരു ഭാഗമാണ് എന്നൊരു ആരോപണമായി ആരെങ്കിലും വന്നാൽ തിരിച്ചുള്ള നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ ജോസിഫസിൻ്റെ രചനകളും ഫൈലോയുടെ രചനകളും ഒക്കെ അത് നമുക്ക് അതിൻ്റെ ടെക്സ്ച്വൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ക്രിസ്ത്യാനികളുടെ കയ്യിലൂടെ തന്നെയാണ് ഈ രചനകളെല്ലാം ക്രിസ്ത്യൻ മൊണാസ്ട്രികളിലും മറ്റുമൊക്കെയാണ് ഇതെല്ലാം പകർത്തി എഴുതുകയും ഒക്കെ ചെയ്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഫിലോയുടെ പുസ്തകം അത് തന്നെ ഹെരോദാവിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, യേശുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കൂട്ടിച്ചേർക്കാനായിരുന്നെങ്കിൽ അത് ഫിലോയുടെ രചനയിൽ കൂട്ടിച്ചേർക്കാനായിരുന്നു സാധ്യത കൂടുതൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർ പറഞ്ഞതുപോലെ ഈ ദൈവശാസ്ത്രപരമായിട്ട് ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, സഭാപിതാക്കന്മാരെ അടക്കമുള്ളവരെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഫിലോ എന്ന് പറയുന്നത്. അലക്സാണ്ട്രിയ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും മറ്റു പല കാര്യങ്ങളുണ്ട്. അപ്പം അത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹെരോദോവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ആശങ്ക ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എന്താ പറയുക ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ, ഒരു ഒട്ടുമേ ഇല്ലാത്തൊരു സംഗതി മൊത്തത്തിൽ എഴുതി ചേർക്കുന്ന ഒരു സമീപനമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഫിലോയുടെ രചനയിൽ എന്തെങ്കിലും കൈകടത്തൽ നടത്തുകയോ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ കാണുകയോ നമ്മൾ കാണേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള യേശുവിനെ കുറിച്ച് ഒരു പരാമർശവും ഫിലോയുടെ ആ പ്രത്യേക പുസ്തകത്തിലില്ല. അപ്പം അവിടെ എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ചൊന്നും പറയാതിരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാരണം സ്വാഭാവികമായിട്ടും അവിടെ യഹൂദന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൗദിയസ് ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടിട്ട് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിഫൻസാണ്, ആ യഹൂദന്മാർക്കുള്ള പീഡനങ്ങളും മറ്റുമൊക്കെ അതിനോടുള്ളൊരു പ്രതിരോധം തീർക്കുന്ന ഒരു പരിശ്രമമാണ് അവിടെ ഫിലോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ വിവരിക്കുന്ന ചരിത്രത്തിൽ ഫിലോയ്ക്ക് ഇങ്ങനെ അവിടെ നടന്നിരുന്ന യഹൂദയിൽ പാലസ്തീനിലെ പ്രദേശത്തിൽ ജീവിച്ചിരുന്ന ഒരു സഞ്ചാര പ്രാസംഗികനെ കുറിച്ച് എഴുതേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷനും താല്പര്യവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് കൂട്ടിച്ചേർക്കുമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഫിലോയുടെ രചനയിൽ കാണുന്നില്ല. അപ്പോൾ ഫിലോയുടെ രചനയിൽ യേശുവിനെ കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല എന്നുള്ളത് യോസിഫസിൻ്റെ രചനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് ഉത്തമ ബോധ്യം നൽകുന്നതാണ്. കാരണം അവിടെ ജോസിഫസ് ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു. സോ ഒരു ക്രിസ്ത്യാനി അല്ലാതിരുന്ന ജോസിഫസ് യേശുവിനെ കുറിച്ച് എഴുതിയതിൽ
ചില മോടി പിടിപ്പിക്കലുകൾ ക്രിസ്ത്യാനികൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ യേശുവിനെക്കുറിച്ച് ഒന്നും പറയാത്ത ഫിലോയുടെ രചനയിൽ മൊത്തത്തിൽ ഒരു കൈകടത്തൽ നടത്താനുള്ള എല്ലാ സാധ്യതയും അവർക്കുണ്ടായിട്ടും അതവർ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫിലോയുടെ രചനയിൽ യേശുവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഫിലോയുടെ മറ്റു പല രചനകളെല്ലാം തന്നെ തത്വശാസ്ത്രപരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ടുള്ള രചനകളാണ്. അവിടെ ആ പ്രദേശത്തിൻ്റെ ചരിത്രമോ അവിടെയുള്ള സഞ്ചാര പ്രാസംഗികരെ കുറിച്ചൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു സാധ്യതയുള്ളൊരു ഗ്രന്ഥത്തിൽ അത്തരത്തിൽ ക്രിസ്ത്യാനികൾ കൈകടത്തിയിട്ടുമില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു ടെൻഡൻസി വ്യാപകമായിട്ട് ഇല്ലാത്തൊരു കാര്യം കൂട്ടിച്ചേർക്കുന്ന ഒരു ടെൻഡൻസി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു യഹൂദനായ ഒരു വ്യക്തി യേശുവിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന രീതിയെ ഒന്ന് മോടി പിടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ പോലും വളരെ വിശദമായി ഒന്നിലധികം ചരിത്രകാരന്മാർ പല നിലകളിൽ നിന്ന് വിശകലനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോസിഫസ് എന്താണ് എഴുതിയത്, ക്രിസ്ത്യാനികൾ എന്താണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് രണ്ടായിട്ട് വേർതിരിക്കുവാനും വളരെ കൃത്യമായിട്ട് ജോസിഫസ് നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ്. പക്ഷേ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ പാസേജ്, അതായത് യാക്കോബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് യേശുവിനെക്കുറിച്ച് സാന്ദർഭികമായിട്ട് പരാമർശിച്ചിട്ടുള്ളത് ഒരിക്കലും ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തതല്ല. അത് അത്തരത്തിലുള്ളൊരു സംവാദ മേഖലയേ അല്ല, സംവാദം നടക്കുന്ന ഒരു കാര്യവുമല്ല. സോ അത് വളരെ കൃത്യമായിട്ട് യേശുവിനെക്കുറിച്ചുള്ള പരാമർശം ജോസിഫസിൻ്റെ രചനയിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗം കൃത്യമായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടാമത്തെ ഒരു പാസേജിനെ കുറിച്ചാണ് നമ്മൾ ഡിബേറ്റ് പറഞ്ഞത്. നമുക്ക് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമുണ്ട്, ഡിബേറ്റ് ചെയ്യപ്പെടാത്ത ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇതേപോലെ സാന്ദർഭികമായിട്ടുള്ള ഒരു പരാമർശം നമ്മൾ കാണുന്നത് ടാസിറ്റസ് എന്ന് പറയുന്ന ഒരു റോമൻ സെനറ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള റോൾ വഹിക്കുന്ന ഒരാളാണ് സെനറ്റർ. വെസ്പേസിയൻ ചക്രവർത്തിയുടെ കീഴിലുള്ള ആയിരുന്നു ഈ ടാസിറ്റസ്. അപ്പം ടാസിറ്റസ് ഒരു ഇതേപോലെ തന്നെ സാന്ദർഭികമായിട്ടുള്ള പരാമർശം പറയുന്നുണ്ട്. അന്ന് നമ്മളവിടെ എന്താണ് നമ്മൾ ശരിക്കും കാണുന്നത്? അവിടെ യഥാർത്ഥത്തിൽ ഒരിക്കലും അത് ക്രിസ്ത്യാനികൾ ഒരു തരത്തിലും കൈയടത്താൻ സാധ്യതയില്ല. കാരണം അവിടെ ക്രിസ്ത്യാനിത്വത്തിനെ എത്രയും കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കാമോ അത്രയും കടുത്ത ഭാഷയിലാണ്. നമ്മുടെ അത് വ്യക്തമായൊരു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത്രയധികം അപമാനകരമായിട്ട് മാറും. അത്രയും ശക്തമായൊരു ഭാഷയിലാണ് ക്രിസ്ത്യാനിത്വത്തിനെ വിമർശിച്ചുകൊണ്ടാണ് ടാസിറ്റസ് അവിടെ എഴുതിയിരിക്കുന്നത്. സോ അങ്ങനൊരു കാര്യം ഒരിക്കലും ഒരു ക്രിസ്ത്യാനി കൂട്ടിച്ചേർക്കില്ല. അവിടെ നീറോയുടെ കാലത്ത് നടന്ന പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശത്തിൻ്റെ ഭാഗത്താണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് മേൽ നീറോ ചക്രവർത്തി അവിടെയുള്ള തീവെപ്പിൻ്റെ എന്താ പറയുക ഉത്തരവാദികൾ അവരാണെന്നുള്ള ആരോപണം ഉന്നയിക്കുക, അവരെ പീഡിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ ക്രിസ്ത്യാനികൾ എവിടെ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് ആണ് ടാസിറ്റസ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ടാസിറ്റസ് പറയുന്നുണ്ട്, പീലാത്തോസിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അധികാരിയായിരുന്ന പ്രവിശ്യ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് ഇവരുടെ ഈ കൂട്ടത്തിൻ്റെ ഉത്ഭവത്തിന് കാരണക്കാരനായിട്ടുള്ള ക്രിസ്തുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ടാസിറ്റസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് അത് അമർച്ച ചെയ്യപ്പെട്ടെങ്കിലും വീണ്ടും എന്താ പറയുക ഈ ഒരു മുന്നേറ്റം അവിടെ നിന്ന് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു, യൂദയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടത് റോമിൽ വരെ എത്തിയെന്നാണ് ടാസിറ്റസ് അവിടെ രേഖപ്പെടുത്തുന്നത്. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ പരാമർശമാണ്. കാരണം ടാസിറ്റസിനെ കുറിച്ച് നമുക്കറിയാം, റോമൻ ചരിത്രത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ റോമൻ ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ടാസിറ്റസിനെയാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള രേഖകളെല്ലാം പരിശോധിക്കുവാൻ സാധിക്കുന്ന നിലവാരത്തിൽ ആക്സസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. സോ അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് ചരിത്രപരമായ രേഖകളെക്കുറിച്ച് കൃത്യമായിട്ട് ആക്സസ് ഉള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പരാമർശം നടത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ അതൊരു ചരിത്രപരമായ പരാമർശമാണ്. മാത്രമല്ല ഒരു ശത്രുഭാഗത്ത് നിൽക്കുന്ന ഒരാൾ പോലെയാണ് ടാസിറ്റസ്. ശത്രുവിൻ്റെ ഒരു മൊഴി തികച്ചും വളരെയധികം ബലമുള്ളതാണ്. അതെ, ഈ നമ്മൾ ചരിത്രപരമായി ഇപ്പം നമ്മൾ കുറച്ച് ഓവറി സംഭവം നമ്മൾ പറഞ്ഞു പോയി. പക്ഷേ ഈ ചരിത്രപരതയെ പറ്റി നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഓർത്തേക്കേണ്ട ഒരു സിമ്പിൾ പോയിന്റ് എന്നുള്ളത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സന്ദർഭത്തിൻ്റെ ചരിത്രപരത ആ വ്യക്തിക്ക് തന്നെയുള്ളൊരു ചരിത്രപരതയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയണത്, ഡെനിസ് ചാൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, അല്ലെങ്കിൽ എവിടെ നടന്നപ്പോൾ ഒരു കാല് തട്ടി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെനിസ് ചാൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്നതിന് അത് തെളിവായി കഴിഞ്ഞിരിക്കുന്നു. ആ ജീവിതത്തിൽ ആ ഒരു സന്ദർഭം, ആ ഒരു പ്രവൃത്തി. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് ഉദ്ധരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ജീസസ് സെമിനാർ എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ചെന്ന് തോന്നുന്നു. യേശുവിനും പുതിയ നിയമത്തിനെതിരെ വളരെ ശക്തമായിട്ട് ഹൈപ്പർ ക്രിട്ടിക്കലായിട്ട് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ജീസസ് സെമിനാറിൻ്റെ ഭാഗമായിരിക്കുന്ന ജോൺ ഡൊമിനിക് റോസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ദാറ്റ് ജീസസ് വാസ് ക്രൂസിഫൈഡ് ഈസ് ആസ് ഷുവർ ആസ് എനിത്തിങ് ഹിസ്റ്റോറിക്കൽ ക്യാൻ എവർ ബി. നിങ്ങൾക്കൊരു വസ്തുവിനെ പറ്റി ഏറ്റവും ചരിത്രപരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വസ്തുത ഏതാണെന്ന് നിങ്ങൾ ഈ അക്രൈസ്തവനായ ഇതിനെ ക്രിസ്ത്യാനിത്യത്തെ വിമർശിക്കുന്ന ജോൺ ഡൊമിനിക് റോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ചരിത്രപരമായിട്ട് അദ്ദേഹം മുറുകെ പിടിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? ചിലപ്പോൾ അവർ പറയും ഓക്കെ, പക്ഷേ യേശു ഉയർത്തതിന് തെളിവല്ല. അല്ല, പക്ഷേ യേശു ജീവിച്ചിരുന്നു എന്നതിന് തെളിവാണ്. അല്ലെങ്കിൽ പിന്നെ ആരാണ് ക്രൂശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ യേശു ആരാണ്? അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിത സന്ദർഭങ്ങൾ ആ വ്യക്തിയുടെ ചരിത്രപരതയ്ക്ക് തികച്ചും തെളിവായിട്ട് നിൽക്കുന്ന
ഒരു വസ്തുത തന്നെയാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വസ്തുത പലരും മനസ്സിലാക്കുന്നത്, പലരും ചിന്തിക്കുന്നത് യേശുവിനെക്കുറിച്ച് ചരിത്രപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ യേശു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കണമെന്നാണ്. സത്യത്തിൽ അത് അങ്ങനെയല്ല ചരിത്രകാരന്മാർ ഇതിനെ സമീപിക്കുന്നത്. മറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകളിൽ നിന്ന് ഈ അവിടെ പറഞ്ഞിരിക്കുന്ന അവകാശവാദങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. കാരണം ചരിത്രത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തി എന്ന് പറയുന്നത്, ഇപ്പം ബ്രദർ പറഞ്ഞതുപോലെ ആ ഒരു ഉദാഹരണം വെച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രപരത തെളിയിക്കുന്നത്. എന്താണ് ആ വ്യക്തിയുടെ ചരിത്രപരത എന്ന് ചോദിച്ചാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ ചരിത്രപരതയാണ് ആ വ്യക്തിയുടെ ചരിത്രപരത എന്ന് പറയുന്നത്. സോ ചരിത്രകാരന്മാർ ഇതിനെ സമീപിക്കുമ്പോൾ അവരന്വേഷിക്കുന്നത് ആദ്യമേ ഒരാൾ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചു പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളിൽ എന്തെങ്കിലും വിശ്വസനീയമായിട്ടുണ്ടോ, അതാണ് ചരിത്രകാരൻ അന്വേഷിക്കുന്നത്. വിശ്വസനീയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ചരിത്രപരതയ്ക്കുള്ള തെളിവാണ്. സോ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവിടെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ യേശുവിൻ്റെ ക്രൂശീകരണം വളരെ കൃത്യമായിട്ട് ചരിത്രപരമായി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ സ്നാപയോഹന്നാൻ സ്നാനപ്പെടുത്തി എന്ന് പറയുന്ന സംഭവം ചരിത്രപരമായിട്ട് ഏറ്റവും ആധികാരികതയുള്ള ഒരു സംഭവമായിട്ടാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ യേശുവിനെ ഒരു മുഖ്യസ്ഥാനത്ത് നിർത്തി കാണിക്കുന്നതിനേക്കാൾ എന്താ പറയുക, സ്നാപകൻ ഒരു സ്നാനപ്പെടുത്തുന്നയാളാണല്ലോ കൂടുതൽ അധികാരിയായിട്ടുള്ള ഒരാൾ. അപ്പം അങ്ങനെ ഒരു സമീപനം സുവിശേഷങ്ങളിൽ തന്നെ ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ സുവിശേഷകന്മാർ ആ ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും യേശുവിനെ സ്നാപകൻ സ്നാനപ്പെടുത്തി എന്നൊരു കാര്യം കെട്ടിച്ചമക്കില്ല എന്ന് പറയുന്ന ഒരു നിലപാടിൽ നിന്നാണ് അവർ ഈ സംഭവം വളരെ ചരിത്രപരമായി ആധികാരികമാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യേശുവിൻ്റെ ക്രൂശീകരണം. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ആധികാരികമാണെന്ന് ചരിത്രകാരന്മാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് യേശുവിൻ്റെ എന്നൊരു ചരിത്രപുരുഷൻ ജീവിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അപ്പം ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ യേശു ജീവിച്ചിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു പുരാതന രേഖ ലഭിച്ചിട്ടുണ്ട്, അത് ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നതിൽ എന്തെങ്കിലും ചരിത്രപരമായി യോഗ്യമായി ഉണ്ടോ, അതാണ് ചരിത്രകാരൻ അന്വേഷിക്കുന്നത്. അതുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ചരിത്രപരതയ്ക്കുള്ള തെളിവാണത്. അതെ, ഇനി നമ്മൾ യേശുവിൻ്റെ ചരിത്രപരതയെ പറ്റിയുള്ള ചില സ്പെസിഫിക് പോയിന്റ്സിലേക്ക് നമുക്കിനി കടക്കാം. അതിന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് ഓടിച്ചുവിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പാരിസൺ എപ്പോഴും നല്ലതായിരിക്കും. ഈ യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു ജൂയിഷ് ടീച്ചറാണ് റബ്ബി ഗമാലിയൽ. പൗലോസ് ഗമാലിയലിൻ്റെ പാതപീഠത്തിരുന്ന് പഠിച്ചെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഒന്നും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യേശുവിനോടൊപ്പം പ്രൊമിനൻസ് അവിടുത്തെ ആ ചുറ്റളവിൽ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഗമാലിയലിൻ്റെ ചരിത്രപരത എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? ഗമാലിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൽമൂദുകളും മറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും സുവർണ കാലഘട്ടം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റബ്ബിയായിട്ടാണ് അവർ ഗമാലിയലിനെ കണക്കാക്കുന്നത്. തൽമൂദുകളിലും മിസ്നയിലൊക്കെ വളരെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റബ്ബി. അപ്പോൾ യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യൻ ആരായിരുന്നു യേശുവിൻ്റെ സമകാലികനായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗമാലിയലാണ്. അങ്ങനെയാണ് തൽമൂദുകൾ ഗമാലിയലിനെ കാണുന്നത്. പക്ഷെ ഗമാലിയലിനെ കുറിച്ച് ജോസഫസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തി. ഗമാലിയലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞിട്ടുണ്ട്, തൽമൂദുകളിൽ പറഞ്ഞിട്ടുണ്ട്, മിസ്നയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ആരും ഗമാലിയൽ എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്ന് ആരോടും ഉന്നയിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം കൃത്യമായ തെളിവുകളാണ് ഗമാലിയലിനെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സോ അതിനേക്കാൾ കൂടുതൽ തെളിവുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് യഹൂദന്മാർക്ക് ഈ 1-ാം നൂറ്റാണ്ടിൽ നിന്ന് അവർ ഓർത്തിരിക്കുകയും അവർക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെന്ന് കണക്കാക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ജോസഫസ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായി? അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഗമാലിയലിന് സമാനമായൊരു വ്യക്തിയാണ് യേശു. കാരണം ഗമാലിയൽ ഒരു അധ്യാപകനായിരുന്നു, ഗുരുവായിരുന്നു. യേശു ഒരു ഗുരുവായിരുന്നു. സോ ഗുരുവിനെ കുറിച്ച് ആരാണ് രേഖപ്പെടുത്തുക? അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളിൽ ആകൃഷ്ടരായിട്ടുള്ളവരാണ് രേഖപ്പെടുത്തുക. അതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒരു ചരിത്രകാരൻ ഒരാളെ രേഖപ്പെടുത്തണമെങ്കിൽ ഒന്നിനും പറഞ്ഞ രാജാവ് അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിലൊരു പ്രമുഖ സംഭവം അങ്ങനെ തുടങ്ങിയ സന്ദർഭങ്ങളിൽ വരുമ്പോൾ മാത്രമാണ് അന്ന് കാലഘട്ടത്തിലെ പരിമിതരായിട്ടുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് നൽകുന്നതാണ് ഗമാലിയലിനെ പറ്റി നമ്മൾ നോക്കുമ്പം കാണുന്ന സംഭവം. ഇത്രയും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ആർഡൻ്റായിട്ട് ശക്തി ആർജിച്ച് നിൽക്കുന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ വളരെ ശക്തമായിട്ട് ഒട്ടും വിട്ടുകൊടുക്കാൻ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ജീസസ് മിത്തസിസ്റ്റ്. അതായത് മിത്ത് വാദം പറഞ്ഞവർ. യേശു ഒരു മിത്താണ്, ഒരു ചരിത്ര പുരുഷനല്ല
എന്ന് പറഞ്ഞാൽ തികച്ചും കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരാളാണ് യേശു എന്ന് പറയുന്ന ജീസസ് മിഥിസിസ്. ഇവരിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞു അക്കാഡമിക് തലത്തിൽ ഈ വിഷയങ്ങളെപ്പറ്റി ആൻറ്റിക്വിറ്റീസ് പറ്റി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രഗത്ഭരായ ആരും മുറുകെ പിടിക്കാത്ത ഒരു നിലപാടാണിത്. അപ്പോൾ ഇവരിൽ പ്രമുഖരായിട്ട് ഒരാളാണ് റിച്ചാർഡ് കാരിയർ. റിച്ചാർഡ് കാരിയർ അദ്ദേഹം ഹിസ്റ്റോറിക്കൽ വിഷയങ്ങളെ പറ്റിയൊക്കെ എഴുതുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് യേശു ഒരു ചരിത്രപുരുഷനല്ല, യേശു ഒരു മിത്താണ്, ഒരു കെട്ടുകഥയാണ് എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് അദ്ദേഹം പബ്ലിക്കിൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് പ്രൊജക്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിന് ശേഷമുള്ള ഒരു റിസർച്ച് പ്രൊജക്റ്റായിരുന്നു യേശുവിൻ്റെ ചരിത്രപരതയെക്കുറിച്ചുള്ള അന്വേഷണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് നമ്മൾ നോക്കാം. അദ്ദേഹം പറയുന്നത്, അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് യേശു ചരിത്രപുരുഷനല്ല എന്ന് വാദിച്ചിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ മിക്കവാറും കൂടുതൽ ഇന്ന് ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ എന്താ പറയുക, പ്രയോജനരഹിതമാണ്, അല്ലെങ്കിൽ അതിന് പ്രസക്തിയുള്ളതല്ല, അവയൊന്നും പോലെ തന്നെ ആധികാരികതയുള്ളതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതായത് പ്രധാനപ്പെട്ട മിത്തിസിസ്റ്റുകളുടെ ആർഗ്യുമെൻറ്റുകൾ അല്ലെങ്കിൽ മിത്തിസിസ്റ്റുകളുടേതായിട്ട് വന്നിട്ടുള്ള വാദങ്ങൾ പലതും തന്നെ ഒട്ടും പ്രസക്തമായതല്ല, ചരിത്രപരമായ സാധ്യതയുള്ളതല്ല. കാരണം അതൊന്നും തന്നെ ഒരു അക്കാദമിക് ലെവലിലല്ല അത് വാദിച്ചിരിക്കുന്നത്. സോ താൻ നടത്തിയിരിക്കുന്ന രചനയാണ് ഏറ്റവും അക്കാദമിക്കായിട്ട് ഉള്ള ഒരു ഗവേഷണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം. അദ്ദേഹം മറ്റേത് മിത്തിസിസ്റ്റുകൾ എടുത്തു നോക്കിയാലും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശസ്തനായിട്ടുള്ള ഒരു മിത്തിസിസ്റ്റാണ് റിച്ചാർഡ് കാരിയർ. അദ്ദേഹത്തിന് അതിൻ്റെയുള്ള ഒരു ആക്സെപ്റ്റൻസ് ലഭിച്ചിട്ടുണ്ട്. സോ വെറുതെ ഒന്നും അങ്ങനെ ഒരാൾക്ക് സ്വീകാര്യത ലഭിക്കില്ല. അപ്പം അദ്ദേഹം വളരെ അക്കാദമിക്കായിട്ട് ഈ വിഷയത്തിനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ സമീപനത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് യേശു എന്നൊരാൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് 33% വരെ സാധ്യതയുണ്ടെന്നാണ്. 0 മുതൽ 33% വരെ സാധ്യതയുണ്ട്. ജീവിച്ചിരുന്നിട്ടില്ല എന്നതിന് 67 മുതൽ 100% വരെ സാധ്യതയുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, സോ അവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കുവാൻ വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്ത് ഗവേഷണം നടത്തി ഒരു അക്കാദമിക് പബ്ലിഷറാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ അദ്ദേഹത്തിനെ അഭിനന്ദിക്കണം. കാരണം അങ്ങനെ ഒരു പബ്ലിഷിംഗ് ലഭിക്കുക എന്ന് തന്നെ ഇന്നത്തെ കാലത്ത് അസാധ്യമാണ്. കാരണം യേശു ജീവിച്ചിരുന്നു എന്നുള്ളത് ചരിത്രകാരന്മാരുടെ ഇടയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. സോ യേശു ജീവിച്ചിരുന്നില്ല എന്നൊരാൾ ഒരു അക്കാദമിക്കായിട്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അതൊരു ഫ്രിഞ്ച് തിയറിയാണ്, അത് ആരും തന്നെ മുഖവിലേക്ക് എടുക്കില്ല. പക്ഷെ അദ്ദേഹം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞു 0 മുതൽ 33% വരെ ജീവിച്ചിരുന്നിരിക്കാനും 67 മുതൽ 100% വരെ ജീവിച്ചിരുന്നിട്ടില്ല എന്നതിനുമാണ് സാധ്യതയെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വാദത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പൗലോസ് എഴുതിയ ഇതെന്ന് നമ്മൾ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സുവിശേഷങ്ങൾ നമ്മൾ തിരുവഴുത്തിൽ കാണുന്ന, പുതിയ നിയമത്തിൽ കാണുന്ന പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 7 ലേഖനങ്ങളെങ്കിലും ആധികാരികമാണ്, പൗലോസ് തന്നെ എഴുതിയതാണെന്ന് അങ്ങേയറ്റം ഏറ്റവും അധികം ഈ പുതിയ നിയമത്തിനെ വിമർശനപരമായിട്ട് പഠിക്കുന്നവർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. പൗലോസ് എന്നൊരാൾ ജീവിച്ചിരുന്നുവെന്നും പൗലോസ് ഇങ്ങനെ ലേഖനങ്ങൾ എഴുതിയെന്നുള്ളതും അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ രചനകളിൽ വേറെ എന്തെല്ലാം തെളിവുകൾ അദ്ദേഹത്തിന് തള്ളിക്കളഞ്ഞാലും പൗലോസിൻ്റെ രചനകളിലുള്ള തെളിവുകൾ അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. സോ അതാണ് നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് റോമാലേഖനം 1-ാം അധ്യായം 3-4 ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദാവീദിൻ്റെ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു. അപ്പോൾ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു എന്ന് പറഞ്ഞാൽ ആൾ ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നു തന്നെയാണ് അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം. അപ്പോൾ തികച്ചും ഒരു ആത്മീകമായിട്ടുള്ള ഫാൻറ്റം സ്പിരിറ്റ് അല്ല, ജഡപരമായിട്ട് ഫ്ലഷ് പരമായിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കത്താണ്. ഒരു കത്തിൻ്റെ അകത്തുള്ള ഒരു സമൂഹത്തിന് ഒരാൾ എഴുതിയ കത്താണ്. ഒരാളെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ജീവചരിത്രമോ കഥകളോ വിവരണങ്ങളോ അല്ല, ഒരാൾ ഒരു സമൂഹത്തിന് എഴുതിയിട്ടുള്ള ഒരു കത്താണ്. ആ കത്തിൻ്റെ അകത്ത് കാണുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ചരിത്രകാരന് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. സോ യേശു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിന് എന്ത് വ്യാഖ്യാനമാണ് ഇതിന് കൊടുക്കാൻ സാധിക്കുക? സോ അതിന് അദ്ദേഹം നടത്തിയ ഒരു വ്യാഖ്യാനം വളരെ രസകരമാണ്. അതായത് ദാവീദിൻ്റെ സ്പേം ബാങ്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നും അതിൻ്റെ അകത്തുനിന്ന് യേശുവിനെ ദൈവം ആകാശത്തിൽ വെച്ച് സൃഷ്ടിച്ചൊരു ആകാശജീവിയായിട്ട് സൃഷ്ടിച്ചുവെന്നുമാണ് ഇതിൻ്റെ അർത്ഥമെന്നാണ് അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറി നിലനിൽക്കുകയുള്ളൂ. കാരണം അദ്ദേഹം പൗലോസിൻ്റെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ. കാരണം അത് എല്ലാ ഹിസ്റ്റോറിയൻസ് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. സോ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും യേശു ഒരു ഐതിഹ്യ കഥാപാത്രമായിട്ടാണ് ആരംഭിച്ചതെങ്കിൽ
അതിനുള്ള തെളിവുകൾ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം യെശയ്യാവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. അത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ പിന്നീട് ചില നൂറ്റാണ്ടുകളോളം തന്നെ പല തരങ്ങളിൽ എഡിറ്റ് ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് പറയുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ബഹിരാകാശത്ത് ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു യേശുവിനെ കുറിച്ചാണ് എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തന്നെ സമ്പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തള്ളിക്കളഞ്ഞത് ആരാണെന്നുള്ളതാണ് ഏറ്റവും വളരെ രസകരമായ വസ്തുത. ഇദ്ദേഹത്തിന് തുല്യമായിട്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള വേറെ ഒരു മിത്തിസിസ്റ്റ് കൂടിയുള്ളൂ. കാരണം അക്കാദമിക്കലി എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വേറൊരു മിത്തിസിസ്റ്റാണ് റോബർട്ട് എം പ്രൈസ്. ഇവർ രണ്ടുപേരും നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ അവർ രണ്ടുപേരും കൂടി ഉള്ള ഒരുമിച്ച് പല വീഡിയോകളും ചേർന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഈ റിച്ചാർഡ് കാരിയറിൻ്റെ ഈ സെൻട്രൽ ആർഗ്യുമെൻറ്റ്സ് രണ്ടും, അതിനെക്കുറിച്ച് റോബർട്ട് എം പ്രൈസ് പറയുന്നത് ഇറ്റ്സ് ക്രേസി എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ക്രേസി ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ആണ്. റോബർട്ട് എം പ്രൈസിൻ്റെ ആ അനാലിസിനോട് നമ്മൾ പൂർണ്ണമായിട്ട് യോജിച്ച് തന്നെ പോകും. അതെ, അത് വളരെ ക്രേസി ആയിട്ടുള്ളൊരു വാദമാണെന്നാണ് യേശു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച മറ്റൊരാൾ പറയുന്നത്. റിച്ചാർഡ് കാരിയറിൻ്റെ വാദം, ഈ വ്യാഖ്യാനങ്ങൾ വളരെ ക്രേസി ആണെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്നു. അതുപോലെ അസെൻഷൻ ഓഫ് ഏഷ്യാവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ഉള്ള കാരിയറിൻ്റെ വാദങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വായിച്ചായിരിക്കില്ല, ഇനി കാരിയറിൻ്റെ കയ്യിൽ വേറെ ഏതെങ്കിലും വിവർത്തനം കാണുമായിരിക്കുമെന്നാണ് റോബർട്ട് എം പ്രൈസ് പറയുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു കൺക്ലൂഷൻ ഈ അസെൻഷൻ ഓഫ് ഏഷ്യയിൽ പറയുന്നൊരു വ്യക്തി ചരിത്രപുരുഷനല്ല എന്നൊരു കൺക്ലൂഷൻ എത്താൻ അതിൽ നിന്ന് സാധിക്കില്ല എന്നാണ് റോബർട്ട് എം പ്രൈസ് പറയുന്നത്. അപ്പം റോബർട്ട് എം പ്രൈസ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ പറയുന്നത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ നിലപാടനുസരിച്ചിട്ട് ഈ പൗലോസിൻ്റെ ലേഖനങ്ങളുടെ തന്നെ ഓതൻറ്റിസിറ്റിയെ തള്ളിക്കളയുന്നൊരു വ്യക്തിയാണ് റോബർട്ട് എം പ്രൈസ്. അത് ഒരു ഡച്ച് റാഡിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില വളരെ ന്യൂനപക്ഷമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഒരു നിലപാടാണ്. അപ്പം അതിനെ വളരെ കൃത്യമായിട്ട് റിച്ചാർഡ് കാരിയർ റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്. അപ്പം റോബർട്ട് എം പ്രൈസിൻ്റെ വാദം എന്തായാലും നിലനിൽക്കില്ല. ഇനി കാരിയറിൻ്റെ വാദം അതും നിലനിൽക്കില്ല. കാരണം അത് അത്രത്തോളം ക്രേസി ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒപ്പം ഈ നിലയിൽ നിന്ന് വാദിക്കുന്ന ആൾ തന്നെ പറയുന്നത്. അപ്പം ഈ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരത നിഷേധിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അങ്ങേയറ്റം ക്രേസി ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വരും. അതെ. അപ്പം ഇന്നിപ്പോൾ കേൾക്കുന്നവരെ പലരും ചിന്തിക്കും ഈ റോബർട്ട് എം പ്രൈസ്, റിച്ചാർഡ് കാരിയറൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളാണ്. പക്ഷേ ഈ ജീസസ് മിത്തിസം, യേശു ചരിത്രപുരുഷനല്ല എന്ന വാദം പറയാൻ വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ, റിച്ചാർഡ് കാരിയറിൻ്റെ റോബർട്ട് എം പ്രൈസിൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ ഊന്നിയാണ് പലരും ഈ പോയിന്റ്, പലരല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പോയിന്റ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ അപ്പോസ്തോലന്മാരായിട്ട്, ഈ ജീസസ് മിത്തിസിൻ്റെ അപ്പോസ്തോലന്മാരായിട്ട് നിൽക്കുന്ന രണ്ടുപേരുടെ രസകരമായിട്ടുള്ള തികച്ചും രസകരമായിട്ടുള്ള രണ്ട് വാദങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇവിടെ ഒരു പേരൂടെ പരാമർശിച്ച് പോകേണ്ടതുള്ളത് ബാർട്ട് എർമൻ. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും കേട്ടുള്ളൊരു പേരായിരിക്കും ബാർട്ട് എർമൻ. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. പിന്നെ അദ്ദേഹം വിശ്വാസം തള്ളിക്കളഞ്ഞ ഒരു ആഗ്നോസ്റ്റിക്, ഒരു അജ്ഞേയവാദിയായിട്ടാണ് ഇന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പം ബൈബിളിനെയും സുവിശേഷങ്ങളൊക്കെ ക്രിട്ടിക്കലായിട്ട് ഖണ്ഡിക്കുന്ന ശ്രമിക്കുന്ന ഒരു അക്രൈസ്തവൻ. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളറാണ്. ഈ ബാർട്ട് എർമൻ പറയുന്നത്, അദ്ദേഹം നിരീശ്വരവാദികൾ പറഞ്ഞ ഒരു യൂട്യൂബ് ക്ലിപ്പിനകത്ത് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ യേശു ജീവിച്ചിരുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് നടക്കാം, പക്ഷെ നിങ്ങളെ ലോകം ബാക്കിയുള്ളവരുടെ മനുഷ്യരുടെ മുൻപിൽ ശരിക്കും വിഡ്ഢികളാക്കുന്ന ഒരു വീക്ഷണമാണ് യേശു ജീവിച്ചിരുന്നില്ല അല്ലെങ്കിൽ ചരിത്രപുരുഷനല്ല എന്ന് പറഞ്ഞ് ഈ മിത്ത്വാദം എന്ന് അദ്ദേഹം ഒരു വാക്കും കണ്ണിക്കാതെ, ഒരു മയപ്പെടുത്താതെ അദ്ദേഹം പറയുകയാണ്, നിങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നിരീക്ഷണമാണ് ഈ ജീസസ് മിത്തിസം എന്ന് അദ്ദേഹം തികച്ചും പറഞ്ഞു. അപ്പോൾ ഒരു അക്രൈസ്തവൻ അത് പറയണമെങ്കിൽ അതിനെന്തുമാത്രം അടിസ്ഥാനമില്ലായ്മ, അതിൻ്റെ അടിസ്ഥാന രാഹിത്യം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമുക്ക് നമുക്ക് അത് ശ്രദ്ധ തിരിക്കാൻ പറ്റുന്നൊരു സംഭവം എന്നുള്ളത്, പലപ്പോഴും ജീസസ് മിത്സുകൾ മുന്നോട്ട് വെക്കുന്നൊരു സംഭവമാണ് യേശുവിനെ പറ്റി പറയുന്ന കാര്യങ്ങളും മറ്റ് പുരാതന ഗ്രീക്ക് ദേവസങ്കല്പങ്ങൾ തമ്മിൽ വളരെയധികം സാമ്യമുണ്ട് എന്നുള്ളത്. അതെ. അപ്പോൾ ആ സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ യേശുവും അവരെ പോലെ ഒരു ഐതിഹ്യ കഥാപാത്രമായിരുന്നു എന്നുള്ള ഒരു വാദം ഉണ്ട്. ഇതിൽ ഞാൻ ഗവേഷണം വന്നപ്പം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു പോയിന്റ്, നമുക്കത് ഒന്ന് പെട്ടെന്ന് ഒന്ന് അതിൻ്റെ ഒരു വിവരണം കൊടുത്ത് നമുക്ക് ഈ പറയുന്ന എക്സാമ്പിൾസിലേക്ക്, പറയുന്ന സാമ്യതകളെ നമുക്ക് ശ്രദ്ധിക്കാം. അത് ജസ്റ്റിൻ മാർട്ടിർ, പലരും പറയുന്നത് ആദ്യത്തെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ജസ്റ്റിൻ മാർട്ടിയറാണ്. അദ്ദേഹം വിശ്വാസ പ്രതിരോധത്തിന് വേണ്ടി പല കൃതികളൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ ജസ്റ്റിൻ മാർട്ടിയർ ക്രിസ്തുവും റോമറും ഗ്രീക്കുകാരും ഒക്കെ ആരാധിക്കുന്ന ദേവന്മാർ തമ്മിലുള്ള സാമ്യതകളെ അംഗീകരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് ചിലർ ഈ മിത്വാദത്തിന് വേണ്ടി അടിസ്ഥാനമിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? എന്തുകൊണ്ടാണ് ജസ്റ്റിൻ മാർട്ടിർ അങ്ങനെ പറയുന്നത്?
നാം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഇത് ആദ്യം ജസ്റ്റിൻ മാർട്ടിയർ ഈ വാദം കൊണ്ടുവരുമ്പോൾ ജസ്റ്റിൻ മാർട്ടിയറിൻ്റെ കോൺടെക്സ്റ്റ് നമ്മൾ നോക്കണം. ക്രിസ്ത്യ വിശ്വാസത്തിനെ അങ്ങേയറ്റം എന്താ പറയുക എതിർക്കുകയും അല്ലെങ്കിൽ പീഡനങ്ങളോടെയും കടന്നു പോകുന്നൊരു സമയമാണ്. സോ ഈ ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത്ര എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അത്ര തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ല, സമാനമായ ചില കാര്യങ്ങൾ നിങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനിത്വത്തിന് അനുകൂലമായ ഒരു വാദം എന്നുള്ള നിലയിലാണ് ഒരു ഭാഗത്ത് ജസ്റ്റിൻ മാർട്ടിയർ ഇത് പരാമർശിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് വിമർശകന്മാർ ഇതിനെ എടുക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടിയും പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം കൂടുതലും ഇതിനൊരു ദൈവശാസ്ത്രപരമായിട്ടൊരു വീക്ഷണമാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഇബ്രായ രചനകളിലുണ്ട്. സോ അത് എന്താ പറയുക പൈശാചിക ശക്തികൾ അതിനെ അനുകരിച്ച് ചില കഥകൾ മെനഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനൊരു ദൈവശാസ്ത്രപരമായ പ്രതിരോധം തീർത്തത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറ്റ നോട്ടത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള പല കാര്യങ്ങളും മറ്റു പല രചനകളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒന്നില്ല എന്നല്ല നമ്മുടെ വാദം. അത് മനസ്സിലാക്കണം. കാരണം ഈ ജീസസ് മിത്തിസം കൊണ്ടുവരുന്ന ആളുകളാകട്ടെ മറ്റ് ആരും ആയിക്കൊള്ളട്ടെ, അവർക്കും സാമാന്യമായിട്ട് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള ബോധമുണ്ടല്ലോ. അവർ വായിച്ചിട്ട് ഒന്നുമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും ഒരു കേവല വായനയിൽ സമാനമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ജസ്റ്റിൻ മാർട്ടിയർ എടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വാദം നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എടുത്ത തെളിവുകൾ തന്നെയല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ യേശുവുമായി ഈ നിലയിൽ യാതൊരു തരത്തിലും നമുക്ക് അങ്ങനെ സാമ്യം പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരു കേവല വായനയിൽ അത്തരം സാമ്യങ്ങൾ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റിൻ മാർട്ടിയറിൻ്റെ മുൻപിൽ ഇത്തരത്തിലുള്ള ജസ്റ്റിൻ മാർട്ടിയർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ജസ്റ്റിൻ മാർട്ടിയറിനെ ഒരു ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള എതിരാളിയായിട്ടുള്ള ട്രൈഫോ എന്ന് പറയുന്ന യഹൂദനുമായിട്ടുള്ള സംവാദത്തിൽ ട്രൈഫോ ഇത്തരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഒരിടത്തും അവരാരും തന്നെ ഈ ഒരു കാര്യം യേശു ജീവിച്ചിരുന്നിട്ടില്ല എന്നതിനുള്ള തെളിവായിട്ട് ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. അതായത് ജസ്റ്റിൻ മാർട്ടിയറോ അല്ലെങ്കിൽ ജസ്റ്റിൻ മാർട്ടിയർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ജസ്റ്റിൻ മാർട്ടിയറിന് എതിരായിട്ടുള്ള വാദം കൊണ്ടുവന്ന ട്രൈഫോയോ യേശു ജീവിച്ചിരുന്നിട്ടില്ല എന്നതിന് എന്തെങ്കിലും ഒരു തെളിവായിട്ട് യേശുവിൻ്റെ ജനനവും മറ്റേതെങ്കിലും ഒരു ഐതിഹ്യത്തിൽ കാണുന്ന ഒരു സംഭവം തമ്മിലോ അല്ലെങ്കിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും മറ്റേതെങ്കിലും ഐതിഹ്യത്തിൽ കാണുന്ന സംഭവം തമ്മിലുള്ള സമാനതകൾ യേശു ജീവിച്ചിരുന്നിട്ടില്ല എന്നതിനൊരു അടിസ്ഥാനവാദമായിട്ട് ആരും ഉയർത്തിയിട്ടില്ല. കാരണം ഈ ഇത്തരത്തിലുള്ള സാമ്യതകൾ ചൂണ്ടിക്കാണിച്ചവർ തന്നെ യേശുവിൻ്റെ ചരിത്രപരത അംഗീകരിക്കുന്നുണ്ട്. കാരണം ട്രൈഫോ യേശുവിൻ്റെ ക്രൂശീകരണത്തിനെയൊക്കെ പരിഹാസ്യമായിട്ട് പറഞ്ഞ് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് മിശിഹയാകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ട്രൈഫോ പറയുന്നുണ്ട്. ട്രൈഫോ യേശുവിൻ്റെ ചരിത്രപരത അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്തീയ അവകാശവാദങ്ങൾക്കെതിരായിട്ടുള്ളൊരു തെളിവെന്ന രീതിയിലാണ് ട്രൈഫോ വാദം കൊണ്ടുവരുന്നത്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യാനിത്വത്തിനെ വിമർശിക്കുന്നവർക്ക് നിലവിൽ ഏതെങ്കിലും തരത്തിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം ആരംഭിച്ചതോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ ഏറ്റവും എളുപ്പം പരിപാടി എന്താണ്? ക്രിസ്ത്യാനിത്വത്തിനെ തകർക്കാൻ. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ. മറിച്ച് ഈ സാമ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നവർ പോലും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന വാദം അവർക്കാർക്കുമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ഈ ജസ്റ്റിൻ മാർട്ടിയുടെ രചനകളിൽ ഇത്തരത്തിലുള്ള സാമ്യതകളുമായി ബന്ധപ്പെട്ട പരാമർശം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ചരിത്രപരതയ്ക്കുള്ള തെളിവാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വാദിക്കാമായിരുന്നുവെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാദം നാം കാണേണ്ടത് ട്രൈഫോയുടെ വാദഗതികളിലാണ്. അദ്ദേഹം ക്രിസ്ത്യാനിത്വത്തിനെതിരെ അത്രത്തോളം എതിർത്ത് നിന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു വാദം അവരാരും ഉന്നയിച്ചിട്ടില്ല. കാരണം ചരിത്രത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമായിരുന്നു. അത്തരത്തിൽ യേശുവിൻ്റെ ചരിത്രപരമായ അസ്തിത്വം ആ കാലത്തൊന്നും ആരും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യം, ജസ്റ്റിൻ മാർട്ടിയർ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതല്ല ഇനി വിമർശകന്മാർ പറഞ്ഞാലും ഈ പറയുന്ന തരത്തിലുള്ള സാമ്യതകൾ എന്തെങ്കിലും യഥാർത്ഥത്തിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ പറയുന്ന ഐതിഹ്യ കഥകളുമായിട്ട് അങ്ങോട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ ഈ ഓസിറിസിനെ കുറിച്ചും ഡയനഷ്യസിനെ കുറിച്ചും ഒക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? നമുക്ക് പല ദൈവസങ്കല്പങ്ങളും തമ്മിൽ ക്രിസ്തുവായിട്ട് ബന്ധമുണ്ടെന്ന് പലപ്പോഴും വാദിക്കപ്പെട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമില്ല. പക്ഷേ ഓടിച്ചുവിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കഥാപാത്രങ്ങളെടുത്ത് ഞാൻ ഉദ്ധരിക്കാം. ഒന്ന് ഒസിറിസ് എന്ന് പറഞ്ഞൊരു ദേവൻ. അപ്പം പലരും പറഞ്ഞത് ഒസിറിസും ക്രിസ്തുവും തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട്. അപ്പോൾ ഒസിറിസിനെ കോപ്പി ചെയ്ത്, അത് ക്രിസ്തുമതം എന്നുള്ളൊരു കോപ്പിക്കാറ്റ് റിലീജിയനാണ്, ഒസിറിസിനെ കോപ്പി ചെയ്തിട്ട് അച്ചടിച്ച് വിട്ട ഒരു മതമാണെന്നാണ് പറഞ്ഞത്. ഒസിറിസിനെ പറ്റി എന്താണ് നമുക്ക് കാണുന്നത്? റിച്ചാർഡ് കാരിയർ താൻ മുന്നോട്ട് വെക്കുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത്, പ്ലൂട്ടാർക്ക് എന്ന് പറയുന്ന ചരിത്രകാരൻ്റെ രേഖയിൽ നിന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അപ്പോൾ പ്ലൂട്ടാർക്ക് എന്ന ചരിത്രകാരൻ ഈ ഒസിറിസിനെ പറ്റിയുള്ള വിശ്വാസങ്ങളെ പറ്റി അധികം രേഖപ്പെടുത്തുമ്പം അദ്ദേഹം പറയുന്നത്, ഒസിറിസിൻ്റെ ദേഹം ടൈഫോൺ എന്ന് പറയുന്ന ഒരു അസുരദേവൻ
ചിന്ന ഭിന്നമാക്കുന്നു. ആ ചിന്ന ഭിന്നമാക്കിയ തൻ്റെ ശരീരഭാഗങ്ങളെ ഐസിസ് എന്ന് പറയുന്ന ദേവത കൂട്ടിച്ചേർത്ത് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അങ്ങനെ ഈ ജീവനിലേക്ക് തിരികെ വന്നു ഒസീറിസ് വീണ്ടും ഭൂമിയിൽ മടങ്ങി വന്ന് ഹോറസ് എന്ന് പറയുന്ന ദേവനെ യുദ്ധത്തിന് വേണ്ടി പരിശീലിപ്പിക്കുന്നു. അപ്പോൾ റിച്ചാർഡ് കാരർ പറഞ്ഞത് ഇതാണ് ഒസീറിസിനെ പറ്റി നമുക്ക് അറിയാവുന്ന വസ്തുത എന്നാണ് റിച്ചാർഡ് കാരർ പറഞ്ഞത്. റിച്ചാർഡ് കാരർ പറഞ്ഞ ഈ സംഭവത്തെ ഖണ്ഡിച്ചുകൊണ്ട് അക്രൈസ്തവനായ ബാട്ടേമൻ ഒരു നീണ്ട മറുപടി അദ്ദേഹം രേഖപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും പ്ലൂട്ടാർക്കിൻ്റെ കൃതിയിലെ ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുന്ന സംഭവം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു സിമ്പിൾ റീഡിംഗ് അല്ല നമ്മൾ ശരിക്കും കാണുന്നത്. നമ്മൾ കാണുമ്പോൾ പ്ലൂട്ടാർക്ക് തന്നെ പറഞ്ഞത് 2 രീതിയിലുള്ള അഭിപ്രായമാണ് ഈ സംഭവത്തെ പറ്റിയുള്ളത്. ഒന്ന് പറഞ്ഞത് ഈ ഒസീറിസിൻ്റെ ശരീരഭാഗങ്ങൾ പലതായിട്ട് ഈ അസുരദേവൻ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ശരീരഭാഗങ്ങളെയും കൂട്ടിയെടുത്ത് അടക്കം ചെയ്യുന്ന ഒരു ചിന്ത അന്ന് കാലത്ത് ചില ഒസീറിസ് വിശ്വാസികളുടെ ഉണ്ടായിരുന്നു. അതിൽ ഒസീറിസിൻ്റെ ലിംഗം മാത്രം ഐസിസ് ദേവതയ്ക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസങ്ങളുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നത്, പ്ലൂട്ടാർക്ക് തന്നെ പറയാണ്, മറ്റു ചിലർ പറയുന്നത് ഈ ടൈഫൂൺ ഒസീറിസിൻ്റെ ദേഹം കണ്ടെത്താതിരിക്കാൻ വേണ്ടി ഐസിസ് ദേവത ഒസീറിസിൻ്റെ പല സ്റ്റാച്യൂസ്, എഫിജീസ് പല ഭാഗത്തായിട്ട് സ്ഥാപിക്കുന്നു. അപ്പം ടൈഫൂൺ ഒരിക്കലും വന്നിട്ട് ഇതിനകത്ത് ഏതാണ് ശരിക്കുമുള്ള ശവക്കല്ലറ എന്ന ഒസീറിസിൻ്റെ ഏതാണ് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പല രൂപങ്ങൾ സ്ഥാപിക്കുന്നുവെന്ന് മറ്റൊരു വിശ്വാസമുണ്ട്. പിന്നെയും പ്ലൂട്ടാർക്ക് പറഞ്ഞത് ഡയോക്കൈറ്റസ് എന്ന് പറഞ്ഞൊരു പട്ടണം, ആ പട്ടണം അറിയപ്പെടുന്നത് തന്നെ ഒസീറിസിൻ്റെ യഥാർത്ഥ ശവക്കല്ലറ, അതായത് ശരീരമുള്ള യഥാർത്ഥ ശവക്കല്ലറ ഉള്ള പട്ടണമാണ് എന്ന രീതിയിലാണ് പ്രശസ്തിയുള്ളത്. അപ്പോൾ അത് അന്ന് കാലത്ത് ആൾക്കാർ വിശ്വാസമായിരുന്നു, എന്ത് ഒസീറിസിൻ്റെ ശരീരം ശവക്കല്ലറ ഉണ്ടെന്നുള്ള വിശ്വാസം. അത് മാത്രമല്ല ഈജിപ്ഷ്യൻസിലുള്ള പല പ്രമുഖർക്കും ഒസീറിസ് അടക്കം ചെയ്ത മണ്ണിൽ അടക്കം ചെയ്യപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ടെന്ന് പ്ലൂട്ടാർക്ക് പറയുന്നു. മെംഫിസ് എന്ന് പറയുന്ന സ്ഥലത്തിന് ദ ടൂംബ് ഓഫ് ഒസീറിസ് എന്നൊരു അർത്ഥമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അത് മാത്രമല്ല ഈജിപ്തിലുള്ള പലരും ഒസീറിസിൻ്റെ ഈ ശവക്കല്ലറ ചൂണ്ടിക്കാണിച്ചിട്ട് ഡയനൈസസിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒസീറിസിൻ്റെ ഇവിടെയുണ്ട് എന്ന രീതിയിലാണ് അവരതിനെ മനസ്സിലാക്കുന്നതെന്ന് വീണ്ടും പ്ലൂട്ടാർക്ക് രേഖപ്പെടുത്തുന്നു. എന്നിട്ട് പ്ലൂട്ടാർക്ക് ഇതിൻ്റെ എല്ലാം പറഞ്ഞത് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത് ടൈഫൂൺ എന്ന് പറഞ്ഞ അസുരൻ ഒസീറിസ് ദേവൻ്റെ ശരീരങ്ങളെ പലതായിട്ട് ചിന്ന ഭിന്നമാക്കിയെങ്കിൽ പോലും ഒസീറിസിന്റെ ആത്മാവ് നിത്യതയിൽ ജീവിച്ചു പോകുന്നുള്ളത്. അപ്പൊ ഇതാണ് ശരിക്കും പ്ലൂട്ടാർക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതും നോക്കിയിട്ട് ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ട് തന്റെ ശരീരത്തിന് അതേ ശരീരം ട്രാൻസ്ഫോം ആയിട്ട് ഒരു മെറ്റീരിയൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇമ്മെറ്റീരിയൽ ഫിസിക്കൽ രീതിയിൽ വീണ്ടും ജീവനാർജിച്ച് വന്ന ശിഷ്യന്മാരിൽ ഇടപെട്ട ശരീരമാണ് എന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്കുക, അപ്പം ഈ ആരോപണം കൊണ്ടുവരുന്നവര് ഈ സോൾസ് രചനകളിൽ അത്തരത്തിലുള്ള ലിഖിതങ്ങളിൽ ഇല്ലാത്തൊരു കഥയാണ് അതിൻ്റെ അകത്ത് നിന്ന് അവർ മെനഞ്ഞുകൊണ്ട് വരുന്നത്. അവർ മെനഞ്ഞുകൊണ്ട് വരുന്ന കഥ കേട്ട് കഴിയാൻ നേരത്തെ ഒരു പെരിഫറലായിട്ട് നോക്കുമ്പോൾ എന്തോ ഒരു സാമ്യത ഉണ്ടല്ലോ എന്ന് തോന്നും. എന്നാൽ ആ യഥാർത്ഥത്തിലെ സോഴ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ ശവക്കല്ലറ തന്നെ അവിടെ ഉണ്ടെന്നുള്ളതാണ് അന്നത്തെ വിശ്വാസം. അപ്പോൾ ശവക്കല്ലറ നിലവിലുള്ള ഒരാളെ കുറിച്ച് എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്? അപ്പോൾ ഇതിൽ ഇവരെ കാണുന്ന സാമ്യത എന്നുള്ളത് ഒസീറിസ് മരിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിനെ നോക്കിയിട്ട് ഇവർ പറഞ്ഞു ഒസീറിസ് ഉയർത്തെഴുന്നേറ്റെന്നുള്ളത്. അത് തിരിച്ചു വരുന്നു. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മടങ്ങിവരവല്ല. അപ്പം മുമ്പ് പറഞ്ഞാൽ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഉപരിപ്ലതലമായിട്ടുള്ള ഒരു സാമ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബേസിസിലാണ് ശിഷ്യന്മാർ അത് കെട്ടിച്ചമച്ചെന്ന് പറഞ്ഞതിന് അടിസ്ഥാനമില്ല. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കഥാപാത്രം എന്നുള്ളത് അപ്പൊലോണിയസിലെ ടയേനയിലെ അപ്പൊലോണിയസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ബാട്ടേമൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിന്റാണ് പറയുന്നത്. അപ്പോൾ ബാട്ടേമൻ പറയുന്നത് അപ്പൊലോസ് ജനിക്കുന്നതിന് മുമ്പ് ഒരു ദൈവികമായ ഇടപെടലുണ്ടായിരുന്നു, താൻ ദിവ്യനായിരിക്കുന്ന ഒരു ഇടപെടലുണ്ടായിരുന്നു. തൻ്റെ ജനനസമയത്ത് ആകാശത്തിൽ ചില അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിവൈൻ സയൻസ് അപ്പൊലോണിയസിനുണ്ടായിരുന്നു. താൻ വീണ്ടും ഒരു യാത്ര ചെയ്യുന്ന ഒരു പ്രഭാഷകനായിട്ട് അപ്പൊലോണിയസ് ജീവിച്ചു. പല അത്ഭുതങ്ങൾ താൻ ചെയ്തു, പലരെയും വിശ്വസിപ്പിച്ചു. പിന്നെ റോമിലുള്ള അധികാരികൾക്കെതിരായിട്ട് അപ്പൊലോണിയസ് തിരിയുന്നു. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. തന്നെ അവർ ന്യായവിസ്താരത്തിന് വേണ്ടി ഇടുന്നു, ട്രയലിനിടുന്നു. തന്നെ കൊല്ലുവാൻ, തൻ്റെ ആത്മാവിനെ കൊല്ലുവാൻ കഴിയുന്നില്ല. താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ഇന്നും അവിടെ ജീവിക്കുന്നു. അവിശ്വസിക്കുന്ന തൻ്റെ ഒരു ശിഷ്യന് മുൻപിൽ താൻ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ താൻ കൺവിൻസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വന്ന് തൻ്റെ ശിഷ്യന്മാർ തൻ്റെ ജീവിതത്തെപ്പറ്റി പല കൃതികൾ പിന്നീട് എഴുതപ്പെട്ടിരിക്കുന്നു, അതൊക്കെ നമ്മൾ ഇന്ന് വായിക്കുന്നു എന്ന് പറഞ്ഞ് ഇതാണ് അപ്പൊലോണിയസ്, ടയേനയിലെ അപ്പൊലോണിയസിനെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാണ് ബാട്ടമൻ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഇത് ക്രിസ്തുവായിട്ട് സാമ്യമുണ്ടല്ലോ, ഇനി ഈ അപ്പൊലോണിയസിനെ കോപ്പി അടിച്ചാണോ ക്രിസ്തുവിനെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ അപ്പൊലോണിയസിനെ പറ്റി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പൊലോണിയസിനെ പറ്റി നമുക്ക് ഇന്ന് ഈ ചരിത്രപരമായിട്ട് മനസ്സിലാക്കുന്നത് AD 15 96 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ക്രിസ്തുവിന് ശേഷമാണ് ഈ വ്യക്തിയുടെ രംഗപ്രവേശനം? AD 33 അല്ലെങ്കിൽ 35 കാലഘട്ടത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണം നടന്നെങ്കിൽ 96 മരിക്കുന്ന അപ്പൊലോണിയസിൻ്റെ ജീവിത സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ യേശുവിനെ കോപ്പിടിച്ച് നമുക്ക്
പറയാൻ സാധിക്കും. മാത്രമല്ല അത് ആ നിലയിലുള്ള വളരെ വ്യക്തമായ നിഗമനങ്ങളും ഉണ്ട്. അതായത് യേശുവിൻ്റെ ഒരു കോമ്പറ്റീഷനായിട്ട് പറഞ്ഞ് എഴുതിച്ച ഒരു ജൂലിയ ഡൊമിന എന്ന് പറഞ്ഞ ചക്രവർത്തി AD 225 ഫ്ലാവിയസ് ഫൈലോസ്ട്രാത്തസ് എന്ന് പറഞ്ഞ ആളെ കൊണ്ട് എഴുതിപ്പിച്ച ഒരു കൃതിയാണ് ദ ലൈഫ് ഓഫ് അപ്പലോണിയസ്. അതിൽ നിന്നാണ് ഇതിനെ പറഞ്ഞ് ഇപ്പം നമ്മൾ വായിച്ച പല സംഭവങ്ങളുടെയും ഒരു രൂപരേഖയൊക്കെ കിട്ടുന്നത്. അപ്പം അന്നത്തെ പശ്ചാത്തലം ചരിത്രകാരന്മാർ പറയുന്നത് അന്ന് ക്രിസ്തീയ വിശ്വാസം റോമിൽ കത്തിപ്പടർന്ന സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന് മറുപടിയായിട്ട് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പലോണിയസ് എന്ന കഥാപാത്രത്തെ രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പൊ നോക്കി വരുമ്പം ക്രിസ്തുവിനെ കോപ്പിടിച്ചാണ് അപ്പലോണിയസ്, അല്ലാതെ അപ്പലോണിയസിനെ കോപ്പിടിച്ചല്ലേ ക്രിസ്തു. ഇനി ഒന്നുമല്ല, ഈ അപ്പലോണിയസിനെ പറ്റി നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുടെ ശരിക്കും ആധികാരികത എന്തൊക്കെയാണ്? അത് പല സംഭവങ്ങളും പല പ്രദേശങ്ങളിലെ കേട്ടുകേൾവികളുടെ ബേസിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഒരു ക്രിട്ടിക്കലായിട്ട് ഹിസ്റ്റോറിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പലോണിയസിനെ പറ്റി ഒക്കെ ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന സംഭവം അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നൊരു നിഗമനം നമ്മൾ കാണുന്നു. പിന്നെ 1-ാം നൂറ്റാണ്ട് 2ാം പകുതിയിലുള്ള വ്യക്തിയാണ്. പല മാന്ത്രിക സംഭവങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിട്ട്, പല അത്ഭുതങ്ങളൊക്കെ അങ്ങനത്തെ രീതിയിൽ ചെയ്ത ഒരാളായിട്ട് കാണുന്നു. നിയോ പൈത്തഗോറിയൻ സിദ്ധാന്തത്തോടെ ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തി. പിന്നെ ആസ്ട്രോളജിയെക്കുറിച്ചും ഈ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും സാക്രിഫൈസിനെ കുറിച്ചും ഒക്കെ പല പുസ്തകങ്ങൾ എഴുതിയൊരു വ്യക്തി എന്ന രീതിയിലാണ് നമുക്ക് അപ്പലോസിനെ പറ്റി ശരിക്കും ചരിത്രപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നത്, ഈ ഫ്ലാവിയസ് ഫൈലോസ്ട്രാറ്റസ് അപ്പലോണിയസിനെ പറ്റി എഴുതുമ്പോൾ അപ്പലോണിയസ് ചെയ്ത പല അത്ഭുതങ്ങളെ പറ്റി പറയുന്നത് അങ്ങനെ പുള്ളി ചെയ്തു എന്ന ആൾക്കാർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് പോകുന്നത്. അല്ല, സുവിശേഷങ്ങളിൽ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ നോക്കി ക്രിസ്തു ചെയ്തു എന്നല്ല പറഞ്ഞത്. നമ്മളൊരിക്കലും യോഹന്നാനോ മത്തയോ ആരെങ്കിലും യേശു ആ ഒരു ധനവാന്റെ പ്രമുഖന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ എന്നാണ് കേട്ടുകേൾവി എന്ന് പറയുന്നില്ല. പക്ഷെ അപ്പലോണിയസിനെ പറ്റി ഫ്ലാവിയസ് ഫൈലോസ്ട്രാറ്റസ് രേഖപ്പെടുത്തുമ്പോൾ ആ രീതിയിലാണ്. അപ്പൊ തനിക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു സംഭവമാണ് കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ സാമ്യതകളിലെല്ലാം കൂട്ടിച്ചേർന്ന് നോക്കുമ്പോഴും ശരിക്കും പറയുന്ന സാമ്യത ശരിക്കും നമുക്ക് ആധികാരികമായിട്ട് കാണാനില്ല. ഇനി എന്നെ ശരിക്കും ഇൻട്രസ്റ്റ് ചെയ്ത സംഭവം എന്നുള്ളത്, ഈ ജീസസ് മിത്സുകൾ ഈ ഒരു വാദം തികച്ചും എല്ലാ രീതിയിലും അക്കാഡമിക് തലത്തിൽ തള്ളിക്കളഞ്ഞാണ്. കാരണം ജൂയിഷ് റെക്ലമേഷൻ ഓഫ് ജീസസ് എന്ന് പറഞ്ഞ ഒരു ചിന്ത അക്കാഡമിക് സ്കോളേഴ്സിനിടയിൽ ഇപ്പം വളരെ പ്രബലമായിട്ട് മനസ്സിലാക്കുന്നു. അതായത് ഈ ഗ്രീക്ക് പശ്ചാത്തലത്തിലല്ല യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, മറിച്ച് യഹൂദ പശ്ചാത്തലത്തിലാണ് നമ്മളതിനെ നോക്കിക്കാണേണ്ടെന്നൊരു പോയിന്റ് അവർ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ പഠനങ്ങൾ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള ന്യൂ ടെസ്റ്റ്മെൻറ്റ് സ്റ്റഡീസ് പ്രധാനമായിട്ട് ചിന്തിച്ചിരുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ രചനകളെ നാം പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടത് ഗ്രീക്ക് റോമൻ പശ്ചാത്തലത്തിലുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തിയാണെന്നൊരു വീക്ഷണം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പല വാദഗതികളെയും യേശുവും സംഭവങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഐതിഹ്യങ്ങളായിട്ടുള്ള സമാനതകളൊക്കെ പലരും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയും അതെല്ലാം വളരെ കൃത്യമായി പഠനങ്ങൾക്ക് വിധേയമാക്കുകയും കൃത്യമായി പണ്ഡിതലോകം, ഇപ്പം ഈ പണ്ഡിതലോകം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളിവിടെ സംസാരിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള വിശ്വാസികളെക്കുറിച്ചല്ല, മറിച്ച് ഇതിലൊന്നും വിശ്വസിക്കാത്ത ഇത് അടിസ്ഥാന വിശ്വാസങ്ങളെ തന്നെയും തള്ളിക്കളയുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ക്രിട്ടിക്കലായിട്ട് ഇതിനെ ഗവേഷണം ചെയ്യുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണിതെല്ലാം. അന്ന് അവർ തള്ളിക്കളഞ്ഞ ആ ഗ്രന്ഥങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് പിന്നീട് ഇത് വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനങ്ങൾ യഥാർത്ഥത്തിൽ നടത്തേണ്ടത്, സുവിശേഷങ്ങൾ നാം പഠിക്കുകയും പരിചയപ്പെടുകയും ചെയ്യേണ്ടത് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദ പശ്ചാത്തലത്തിലാണ് എന്നൊരു ബോധ്യതയാണ് ഈ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരെ കൃത്യമായ രീതിയിൽ നയിക്കുന്നത്. സോ ആ ഒരു നിലയിൽ നാം പരിശോധിച്ച് നോക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ യഹൂദ പശ്ചാത്തലത്തിൽ നിർത്തി പഠിക്കുവാനും അത് എത്രത്തോളം ആ കാലഘട്ടവുമായിട്ട് യോജിച്ചു പോകുന്നതാണ് എന്നുള്ളതും യേശുവിൻ്റേതായിട്ട് എന്താണ് നമുക്കത് കാണാൻ സാധിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ യഹൂദ പശ്ചാത്തലത്തിൽ നിർത്തി പഠിക്കുക എന്നുള്ളതാണ് ആധുനിക ചരിത്രകാരന്മാരുടെ വീക്ഷണം. അതല്ലാതെ ഏതെങ്കിലും ഗ്രീക്ക് റോമൻ സാഹിത്യങ്ങളുമായി താരതമ്യപ്പെടുത്തി പഠിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കൊണ്ടുവരുന്നത്, ഇപ്പം ഞങ്ങൾക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം 2 പേരെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള എത്ര ആളുകളെ കൊണ്ടുവന്നാലും എത്ര കഥകൾ കൊണ്ടുവന്നാലും നിങ്ങളതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനൊന്നും തന്നെ യേശുവുമായി ഈ പറയുന്ന രീതിയിലുള്ള സാമ്യതകളില്ല. പലതും തന്നെ യഥാർത്ഥത്തിൽ ഒറിജിനൽ സോഴ്സസിൽ നിന്നല്ല ഇത് കൊണ്ടുവരുന്നത്. സോ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കഥകളുമായിട്ട് വന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശുവിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ സുവിശേഷങ്ങളിൽ നിന്നാണ് നമ്മൾ കാണിക്കുന്നത്. ആ രചനകൾ എല്ലായിടത്തും ഉണ്ട്, ലഭ്യമാണ്. നിങ്ങൾക്ക് ആ ഉറവിടങ്ങൾ വായിച്ചു നോക്കാം. ഇതുപോലെ തന്നെ
ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ കഥകൾ ഐതിഹ്യങ്ങളെക്കുറിച്ചുള്ള ഉറവിടങ്ങളിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾ ഉറവിടങ്ങൾ അന്വേഷിച്ച് പോവുക, അത് വായിക്കുക. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന സാമ്യതകളൊന്നും യേശുവുമായിട്ട് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് ഇല്ല എന്ന് വ്യക്തമായിട്ട് ബോധ്യമാകും. സോ ആരെങ്കിലും ഇത്തരത്തിലുള്ള വാദങ്ങളെ അഭിമുഖീകരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉറവിടങ്ങൾ തേടി പോവുക. വ്യക്തമായിട്ട് നിങ്ങൾക്ക് ബോധ്യമാകും ഇത്തരത്തിലുള്ള സാമ്യതകളില്ല. മറിച്ച് അത്തരത്തിലുള്ള പല ഐതിഹ്യ കഥകളെയും ഈ വിമർശകന്മാർ പറഞ്ഞുണ്ടാക്കുന്ന സാമ്യതകളാണ്. എന്നാൽ ഉറവിടങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ 2 എണ്ണം പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ എത്ര എണ്ണം പരിശോധിച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇവർ പറയുന്ന സാമ്യതകളൊന്നും തന്നെ ആ കഥകളിൽ യേശുവുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ആ സാമ്യതകളെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ സുവിശേഷങ്ങൾ എത്ര സൂക്ഷ്മതയോടെ ഇവാലുവേറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊലോനിസിന്റെ കാര്യം പറയുമ്പം അപ്പൊലോനിസ് ജീവിച്ചിരിക്കുന്ന മരിക്കുന്നത് AD 96 പക്ഷെ അപ്പൊലോനിസിനെ പറ്റി എഴുതപ്പെടുന്നത് ഒരു 100 പരം വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ സുവിശേഷങ്ങൾ 20-30 വർഷം ശേഷം എഴുതപ്പെട്ടു. അതിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊലോനിസിനെ പറ്റി എഴുതിയ സംഭവങ്ങളെല്ലാം തികച്ചു വിശ്വസനീയമാണ്. 100 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞ ഒരു ഇരട്ടത്താപ്പ് അവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഇതിനെപ്പറ്റി ഞാൻ വായിച്ചു വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പാരലൽ ഞാൻ ഉദ്ധരിച്ചു. അതായത് ഈ ജീസസ് മിത്തിസ്റ്റുകളുടെ ചിന്താ രീതി, അവരെങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നതിൻ്റെ അതിൻ്റെ ഒരു യുക്തിരാഹിത്യം വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഏബ്രഹാം ലിങ്കണും ജോൺ എഫ് കെനഡി തമ്മിൽ ഇഷ്ടംപോലെ സാമ്യതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ, കെനഡി 1846 കോൺഗ്രസിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടത്. ലിങ്കൺ 1846 എലക്ട് ചെയ്യപ്പെട്ടത്. കെനഡി എലക്ട് ചെയ്യപ്പെടുന്നത് 1946. ലിങ്കൺ പ്രസിഡൻ്റ് ആവുന്നത് 1860, കെനഡി പ്രസിഡൻ്റ് ആവുന്നത് 1916. ലിങ്കൻ്റെയും കെനഡിയുടെ പേരിൽ തന്നെ കറക്റ്റ് 7 അക്ഷരങ്ങളാണ് 2 പേരിലും ഉള്ളത്. ഇവർ 2 പേരുടെ ഭാര്യമാർക്കും അവർ വൈറ്റ് ഹൗസിൽ അവർ ഓഫീസിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് മക്കൾ നഷ്ടപ്പെടുന്നത്. 2 പേരും മരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച, 2 പേരും മരിക്കുന്നത് തലയ്ക്ക് വെടിയേറ്റ്, 2 പേരും അസാസിനേറ്റ് ചെയ്യപ്പെടുന്നത് സദേൺ ഭാഗത്തു നിന്നുള്ള, അമേരിക്കയുടെ സദേൺ ഭാഗത്തുള്ള ഒരു സദേണേഴ്സ് ആയിട്ടുള്ളവരിൽ നിന്നാണ്, സദേൺ ഭാഗത്തുള്ളവരിൽ നിന്നാണ് കൊല്ലപ്പെടുന്നത്. 2 പേരെയും സക്സീഡ് ചെയ്ത് വരുന്നത് അമേരിക്കയുടെ സൗത്തിൽ നിന്നുള്ള പ്രസിഡന്റുമാരാണ്. 2 പേരുടെ പിൻഗാമികളുടെ പേര് ജോൺസൺ എന്നാണ്. ഇത് പിന്നെ രസകരം എന്നുള്ളത്, ലിങ്കണിന് ശേഷം വന്ന ആൻഡ്രൂ ജോൺസൺ ജനിച്ചത് 1808, അതായത് 1808. കെനഡിക്ക് ശേഷം വന്ന ലിൻഡൻ ജോൺസൺ ജനിക്കുന്നത് 1908. ഇവരുടെ കൊലപാതകളുടെ ഒക്കെ തന്നെ വർഷങ്ങളും 1839 ജനിക്കുന്ന ഒരാളും മറ്റേ ആൾ 1939 ജനിക്കുന്ന ഒരാൾ. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇവർ 2 പേരും, ഈ കൊലപാതകളായ ബൂത്തും ഓസ്വാൾഡും 2 പേരും അവരുടെ ട്രയലിന് മുമ്പ് 2 പേരും വധിക്കപ്പെടുകയാണ്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ളത്, ലിങ്കൺ മരണപ്പെടുന്നതിന് മുമ്പ് മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, മൺറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം പോകാനിടയുണ്ടായി മരിക്കുന്നതിന് മുമ്പ്. കെനഡി താൻ മരിക്കുന്നതിന് മുമ്പ് മാർലിൻ മൺറോ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് ആക്ട്രസിനെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ലിങ്കൺ എന്ന് പറഞ്ഞൊരു ചരിത്ര പുരുഷനല്ല. കെനഡി മരിച്ചു കഴിഞ്ഞപ്പോൾ കെനഡിയുടെ സ്റ്റാറ്റസ് ഉയർത്തുവാൻ വേണ്ടി അമേരിക്കയിൽ മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രഗത്ഭനായ പ്രസിഡന്റായിട്ട് സാമ്യമുള്ള ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ലിങ്കണെ ഉണ്ടാക്കിയെടുത്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നൊരു ചിന്തിക്കും എന്തൊരു പൊട്ടത്തരമാണെന്നുള്ളത്. കാരണം ഈ സാമ്യതകളുടെ പേരിൽ അങ്ങനെ ഒരു കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ കോപ്പി ഇതാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ കാണാൻ ചിന്തിക്കും എന്തൊരു വിഡിത്തമാണെന്ന്. ഇതേ രീതിയിലുള്ള റിയാക്ഷനാണ് ചരിത്രകാരന്മാരും ഈ വിഷയങ്ങൾ പഠിക്കുന്നവർക്കും ജീസസ് മിത്തിസം നോക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ലിങ്കൺ പോകുന്നത് മേരിലാൻഡിലെ മൺറോ എന്ന സ്ഥലത്ത്, കെനഡിക്ക് പോയി കാണുന്നത് മാർലിൻ മൺറോ എന്ന് പറഞ്ഞ ആക്ട്രസിനെ. ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇവർ പലപ്പോഴും പറഞ്ഞത്, കണ്ടോ അത് കെട്ടിച്ചമച്ചപ്പെട്ട സംഭവമാണ്, അത് തമ്മിൽ കോപ്പിയാണെന്നുള്ളത്. ഇങ്ങനത്തെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, ശരിയാണ് അത് സാമ്യമാണ്, മൺറോ മാരിലിൻ എന്നുള്ള സ്ഥലവും മാരിലിൻ മൺറോ എന്ന് പറഞ്ഞാൽ ശരിക്കും സാമ്യത തന്നെയാണ്. പക്ഷെ ഈ സാമ്യതകളുടെ പുറത്താണ് ക്രിസ്തു ചരിത്ര പുരുഷനല്ല, ഇതെല്ലാം കെട്ടിച്ചമച്ചപ്പെട്ട എന്ന തികച്ചും പാണ്ഡിത്യപരമായിട്ട് പറഞ്ഞാൽ തികച്ചും വിഡിത്തം, ബാട്ടമിൻ്റെ ഭാഷയിൽ പറഞ്ഞ വിഡിത്തം ഇവർ പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അതെ, അപ്പോൾ ഒട്ടും സാമ്യതകളില്ലാത്ത, സൂക്ഷ്മമായ വിശകലനത്തിൽ സാമ്യതകളില്ലാത്ത കാര്യങ്ങളെപ്പോലും സാമ്യതകളെന്ന് കണ്ടെത്തി. ഇപ്പോൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ സമാനമായ വാദഗതികളാണ് ഈ വിമർശകന്മാർ ഉന്നയിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ടൈറ്റാനിക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ടൈറ്റാനിക് ഈ കപ്പലപകടത്തിൽ പെടുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു കപ്പലപകടത്തെക്കുറിച്ച് മറ്റൊരാളൊരു കഥ എഴുതിയിരുന്നു. അപ്പം ആ കഥയിൽ പറയുന്നതുമായിട്ട് ടൈറ്റാനിക്കിൻ്റെ അപകടത്തിന് വളരെയധികം പല സാമ്യതകളുണ്ട്. അപ്പം അത് വായിച്ചിട്ട് ആരെങ്കിലും ഒരു 1000 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ പറയുകയാണ്, നോക്കൂ ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു കപ്പലപകടം നടന്നിട്ടില്ല, ഇതൊരു നോവലായിരുന്നു, നോവലിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആളുകൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ടൈറ്റാനിക്കിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെയല്ല. നമ്മൾ ഏതൊരു വിഷയവും അന്വേഷിക്കുമ്പോൾ ആ
പ്രത്യേക വിഷയത്തിനുള്ള തെളിവുകൾ എന്താണെന്നാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പം സമാനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സമാനമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും ആ രണ്ട് കാര്യങ്ങൾക്കും എന്ത് തെളിവാണുള്ളത്? യേശു ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളതെന്നാണ് യേശുവിന് മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും സമാനതകളുണ്ടോ എന്നതിനേക്കാൾ പ്രാധാന്യം. ഈ ഒരു അടിസ്ഥാന യുക്തി മനസ്സിലാക്കാതെയാണ് ഇല്ലാത്ത സമാനതകൾ ഉണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് പലരും ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശുവിനെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. യേശു ക്രിസ്തു ആരാണെന്നാണ് ശിഷ്യന്മാർ അവകാശപ്പെട്ടത്? യേശു മിശിഹയാണെന്നാണ് അവകാശപ്പെട്ടത്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മറക്കുക, ഈ ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് മിശിഹ. മിശിഹ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു ദേശീയ വിമോചകനാണ് മിശിഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ റോമക്കാരുടെ അടിമത്തത്തിലായിരുന്നെങ്കിൽ ആ റോമക്കാരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവിടെ ദൈവത്തിൻ്റെ ഭരണം കൊണ്ടുവരുന്ന ഒരു രാജാവായിട്ടാണ് മിശിഹയെ യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നത്. ആരെങ്കിലും സാമാന്യ ബോധമുള്ള ആരെങ്കിലും ജീവിച്ചിരിക്കാത്ത ബഹിരാകാശ, റിച്ചാർഡ് കാരിയറിൻ്റെ ഭാഷയിൽ പറഞ്ഞ ബഹിരാകാശ ജീവിയായ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏഞ്ചലിനെ പോലെയുള്ള ഒരു ആളുടെ കുറിച്ചുള്ള ദർശനങ്ങൾ കണ്ടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അതാണ് മിശിഹയെന്ന് ഏതെങ്കിലും ഒരു യഹൂദൻ സ്വപ്നത്തിൽ പോലും അവകാശപ്പെടും. അദ്ദേഹം ഏറ്റവും അങ്ങേറ്റം മദ്യപിച്ച് പൂസായിരുന്നാൽ പോലും പറയില്ല ഇങ്ങനെ ഒരു ആകാശ ജീവി അല്ലെങ്കിൽ ഒരു ആകാശ ജീവിയായിട്ടുള്ള ഒരു ദൂതനെ പോലത്തെ ഞങ്ങൾക്ക് പ്രത്യക്ഷത കിട്ടിയ ഒരാളാണ് മിശിഹ എന്ന് ഒരിക്കലും അവകാശപ്പെടില്ല. കാരണം മിശിഹ എന്ന് പറഞ്ഞാൽ ആൾ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ള ആളായിരിക്കണം. മിശിഹ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാത്ത, കാരണം യഹൂദന്മാർക്ക് അനേക ദൂതന്മാരിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ പഴയ നിയമത്തിൽ തന്നെ നോക്കിയാൽ മിഖായേൽ ഇസ്രായേലിൻ്റെ ഒരു രക്ഷകനായിട്ടുള്ള ദൂതനായിട്ടാണ് അവർ കണ്ടിരുന്നത്. പിൽക്കാലത്ത് ഇന്റർ ടെസ്റ്റ്മെന്റൽ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ യഹോവേൽ, മെറ്റാട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും പല ദൂതന്മാരുണ്ട്. അപ്പം കാരിയർ പറയുന്ന പോലത്തെ ഒരു വിശ്വാസമാണ് യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ യേശു എന്ന് പറയുന്നൊരു മാലാഖ ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ പരമാവധി പറയുമായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു യഹൂദനും യേശു എന്ന് പറയുന്നൊരു മെശിഹ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാൾ മെശിഹ ആയിരുന്നു എന്ന് ഒരിക്കലും അവകാശപ്പെടില്ല. കാരണം മെശിഹ ഭൂമിയിൽ ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യത. ഇത്തരത്തിൽ ബഹിരാകാശത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവികളെക്കുറിച്ചുള്ള വിശ്വാസം യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ യഹോവയിൽ തുടങ്ങിയിട്ടുള്ള ദൂതന്മാരെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. മെറ്റാട്രോൺ എന്നൊക്കെ പറയുന്ന പല ദൂതന്മാരെ കുറിച്ചൊക്കെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ആൾക്ക് ഒരു ദർശനം കിട്ടി, ബഹിരാകാശത്തെ ഒരു ദൂതൻ, പേര് യേശു ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് യഹോവേലിനെ പോലെയുള്ള വിവരണങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. ആ ഒരു ദൂതൻ, ഇസ്രായേലിൻ്റെ ഒരു ദൂതൻ, യേശു എന്നാണ് പേര്, അങ്ങനെയായിരിക്കും കാണുന്നത്. പക്ഷേ ആരും ഒരിക്കലും ഇങ്ങനെ ഒരാൾ മിശിഹയാണെന്ന് അവകാശപ്പെടില്ല. അപ്പം മിശിഹയാണ് എന്ന് ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് അവകാശപ്പെട്ടിരുന്നു എന്നുള്ള ഒരൊറ്റ പോയിന്റ് മാത്രം മതി യേശുവിൻ്റെ ജീവിതത്തിൽ വേറെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിലും യേശു ഒരു ചരിത്രപുരുഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനിയും നമ്മൾ ആ പറഞ്ഞ തെളിവുകൾ നമുക്കൊന്നുകൂടി ഒന്ന് വിശകലനം ചെയ്തൊന്ന് സമ്മറൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് യേശു എന്നൊരു വ്യക്തി ചരിത്രപുരുഷനായിരുന്നു എന്നതിനുള്ള തെളിവുകൾ. ഞാൻ പറഞ്ഞു ഏതൊരു വിഷയത്തെക്കുറിച്ചും നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ടൈറ്റൻ്റെ കഥയും പിന്നീട് നടന്ന ടൈറ്റാനിക്കിൻ്റെ യഥാർത്ഥ സംഭവം മാത്രമല്ല, നിങ്ങൾ ഇന്ന് കാണുന്ന ചലച്ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള. എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പിക രചന, അതിന് സമാനമായൊരു സംഭവം പിന്നീട് നടക്കുന്നത്. അപ്പം അങ്ങനെ പോലും സംഭവിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദൈവം ഭൂമിയിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യർക്കൊരു പല പൊതുപ്രതീക്ഷകളുണ്ട്. അതിപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്നത് പൊതുപ്രതീക്ഷകളുണ്ട്. സോ അത്തരത്തിലുള്ള സമാനതകൾ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം, മറിച്ച് യേശു ജീവിച്ചിരുന്നതിന് എന്ത് തെളിവാണുള്ളത്. അതിന് നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് വളരെ അസന്നിഗ്ധമായിട്ടുള്ള തെളിവാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദിമ ക്രിസ്ത്യാനികൾ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം വർഗീയമായി ചിന്തിക്കുന്ന ആളുകളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വിജാതീയരുടെ ഒരു ആചാരങ്ങളെ അവർ അംഗീകരിച്ചിരുന്നില്ല. അത് പൗലോസൊക്കെ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിജാതീയമായിട്ടുള്ള പല കാര്യങ്ങളെയും തന്നെ ചുട്ടരിക്കുന്ന രീതിയിലുള്ള പൗലോസിൻ്റെ ശുശ്രൂഷകൾ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നതൊക്കെ. അപ്പം വളരെയധികം വിജാതീയ സംസ്കാരത്തെയും വിജാതീയ സ്വാധീനത്തെയും എതിർത്തിരുന്നവരാണ് ആദിമ ക്രിസ്ത്യാനികൾ. വളരെയധികം ഈ വിജാതീയ സങ്കല്പങ്ങളെ എതിർത്തിരുന്നവരാണ്. അത്തരത്തിലുള്ള സങ്കല്പങ്ങളുടെ പിന്നാലെ പോരെന്ന് പറഞ്ഞിരുന്നവരാണ്. വിഗ്രഹാരാധന എതിർത്തിരുന്നവരാണ്. അത്രത്തോളം ഇപ്പം ഞാൻ ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണ്, ഒരു മൗലികവാദപരമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടർ അവരുടെ രചനയിൽ നിന്ന് കോപ്പി അടിച്ചു എന്ന് പറയുന്ന ആരോപണം തന്നെ അങ്ങേയറ്റം
പരിഹാസ്യമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പം അത്തരത്തിൽ കോപ്പി അടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ കോപ്പി അടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒരിക്കലും ആദിമ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളെ എതിർക്കുന്നവരായിരുന്നു അവർ. അതവരുടെ രചനകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പം നമുക്ക് ലഭ്യമായ തെളിവുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം നേരത്തെ കണ്ടതുപോലെ ആരൊക്കെയാണ് ഈ പറയുന്ന യേശുവിനെക്കുറിച്ച് പരാമർശിക്കാൻ സാധ്യതയുള്ള എഴുത്തുകാർ, അവർ യേശുവിനെക്കുറിച്ച് ബൈബിളിന് പുറത്തുള്ള ചരിത്രകാരന്മാർ പരാമർശിച്ചിട്ടുണ്ട്. ജോസഫിന്റെ രചനയിൽ ഒരു ഭാഗത്ത് ഡിബേറ്റുകൾ ഉണ്ടെങ്കിലും മറ്റൊരു ഭാഗത്തുള്ള പരാമർശത്തെക്കുറിച്ച് അത്തരത്തിലുള്ള സംവാദങ്ങളില്ല. വളരെ ആധികാരികമായിട്ടുള്ള പരാമർശമുണ്ട്. ടാസിറ്റസ് യേശുവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പിന്നെയും പലരുണ്ട്, നമ്മളെല്ലാവരുടെ പേര് ഉദ്ധരിച്ചില്ല. മറ്റു പല ആളുകളുണ്ട്, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ചിന്തിച്ചത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആ രചനകളിൽ, യേശുവിൻ്റെ ജീവചരിത്രം എന്ന രീതിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എന്താണ് ചരിത്രപരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് യേശു എന്നൊരു വ്യക്തി ചരിത്രപരമായി ജീവിച്ചിരുന്നു എന്നുള്ള തെളിവ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു, യേശുവിൻ്റെ സ്നാപയോഹന്നന്റെ കൈക്കീഴിലുള്ള സ്നാനം. അത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നടന്ന സംഭവമാണെന്നുള്ളത് വളരെ ആധികാരികമായ നിലയിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങളുണ്ട്. നമ്മൾ സമയം ചുരുക്കുമ്പോൾ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട, യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിൻ്റെ സഹോദരനെ കണ്ടു എന്ന് ഒരാൾ ഒരു കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ സഹോദരനെ കണ്ടു എന്ന് ഒരാൾ ഒരു കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സഹോദരനെ കണ്ടു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതാരാണ്? അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെയും പിന്നെ പത്രോസിനെയും അല്ലാതെ മറ്റാരെയും താൻ ജെറുസലേമിൽ ചെന്നപ്പോൾ ഒരു സന്ദർഭത്തിൽ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം യാക്കോബിനെ കണ്ടു, അത് യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെയാണെന്ന് വളരെ കൃത്യമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ശേഷം അപ്പോസ്തലന്മാരും യേശുവിൻ്റെ സഹോദരന്മാരും ചെയ്യുന്നതുപോലെ ഞങ്ങൾക്കും ഭാര്യയായ ഒരു സഹോദരിയോടൊപ്പം സുവിശേഷ വേല ചെയ്യാൻ അവകാശമില്ലയോ എന്നുള്ള രീതിയിൽ പൗലോസ് മറ്റൊരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സഹോദരനെ കണ്ട ഒരാളയച്ച ഒരു കത്ത് നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. അത് വളരെ കൃത്യമായ തെളിവാണ് യേശു എന്ന് പറയുന്ന വ്യക്തി ചരിത്രപരനായി ജീവിച്ചിരുന്നു എന്നുള്ളത്. പൗലോസിൻ്റെ ലേഖനങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരതയ്ക്കുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള, ഏറ്റവും പ്രാമുഖ്യത്തോടെ മനസ്സിലാക്കേണ്ട തെളിവ്. അതിനെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ ചരിത്രപരതയെ നിഷേധിക്കുന്നവർ പെടുന്ന പെടാപ്പാടും അതിന് അവർ പോകേണ്ടി വരുന്ന അങ്ങേയറ്റം ക്രേസി ആയിട്ടുള്ള വ്യാഖ്യാനങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ യേശുവിനെക്കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുവിശേഷങ്ങളിൽ കാണുന്ന പല സംഭവങ്ങളും ആധികാരികമായ ചരിത്ര വസ്തുതകളായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആരംഭ സമയത്ത് എന്നുള്ള ഏറ്റവും ആദ്യകാല രചനകളായിട്ടുള്ള പൗലോസിൻ്റെ കത്തുകളിൽ പൗലോസ് യേശുവിൻ്റെ സഹോദരനെ കണ്ടതായി പറയുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് അവിടെ സാക്ഷ്യപ്പെടുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും. ദൃക്സാക്ഷി വിവരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, കേട്ടുകേൾവിയെക്കുറിച്ചല്ല. അപ്പോൾ കൃത്യമായിട്ട് യേശുവിനെ കണ്ടവർ, യേശുവിൻ്റെ സഹോദരനെ കണ്ട വ്യക്തി ഒക്കെ എഴുതിയ കത്തുകളാണ്. ഇതെല്ലാം കത്തുകളാണ്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലോസ് യേശുവിൻ്റെ സഹോദരനെ കണ്ടു എന്ന് രേഖപ്പെടുത്തുമ്പോൾ യേശു ജീവിച്ചിരുന്നില്ല എന്നുള്ള ആരുടെയെങ്കിലും ആരോപണത്തിന് മറുപടി പറയുവാൻ വേണ്ടിയല്ല പൗലോസ് എഴുതുന്നത്. അതാണ് അതിൻ്റെ ചരിത്രപരമായ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. മറിച്ച് മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഇടയിൽ സാന്ദർഭികമായി പറഞ്ഞു പോകുന്നതാണ് യേശുവിൻ്റെ സഹോദരനെ യാക്കോബിനെ കണ്ടെന്നുള്ള വളരെ സുപ്രധാനമായ ഒരു തെളിവാണിത്. അത്തരത്തിലുള്ള നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി ചരിത്രപുരുഷനായി ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ആ ചരിത്രപരമായിട്ടുള്ള മൂല്യത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ വളരെ കൃത്യമായ തെളിവുകൾ യേശുവിൻ്റെ ചരിത്രപരതയ്ക്ക് നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പം പറയാനുണ്ടെങ്കിൽ ഒരു ഓർമ്മയായിട്ട് പറയാനുള്ളത്, യേശുവിൻ്റെ സ്വഭാവം, കാരണം ഈ പറയുന്ന യേശുവിൻ്റെ സ്വഭാവത്തെ, അല്ലെങ്കിൽ യേശു എന്ന വ്യക്തിയെ കോപ്പി അടിച്ചതാണെങ്കിലും അവിടെ എല്ലാം വരച്ച് കാട്ടപ്പെടുന്നൊരു സ്വഭാവമാണ്. ഏതൊരു വ്യക്തി വിവരിക്കുമ്പോൾ അവരുടെ സ്വഭാവം നമുക്ക് അവരുടെ പ്രവൃത്തികൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. യേശുവിൻ്റെ സ്വഭാവത്തെ പറ്റി ഒരു സ്റ്റഡി നടത്തി ടോം ഗിൽസൺ എഴുതിയൊരു പുസ്തകമുണ്ട്, ടു ഗുഡ് ടു ബി ഫോൾസ് എന്ന് പറഞ്ഞ്. അതിൽ അദ്ദേഹം ചില ചോദ്യങ്ങളാണ്. ഞാൻ അതിൻ്റെ വളരെ പിന്നീട് നിങ്ങൾ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ്. യേശുവിൻ്റെ സ്വഭാവം ഈ മറ്റ് കൃതികളിൽ നിന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ദേവസങ്കല്പങ്ങളിൽ നിന്നും കോപ്പിടിച്ചാണെങ്കിൽ, കെട്ടിച്ചമച്ച ഒരു ഫിക്ഷൻ ആണെങ്കിൽ, എന്തുകൊണ്ട് വേറൊരു കഥയിലും കാണാത്ത അത്രയും ഒരു സ്വഭാവ മൂല്യം ക്രിസ്തുവിൽ കാണുന്നു? അദ്ദേഹം പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. നിങ്ങളൊരു വ്യക്തിക്ക് അധികാരം, ശക്തി അങ്ങേയറ്റം കൊടുത്താൽ, ആബ്സല്യൂട്ട് പവർ കൊടുത്താൽ, അത് ആ വ്യക്തിയെ ആബ്സല്യൂട്ട്ലി കറപ്റ്റ് ചെയ്യും. അത് അങ്ങേയറ്റം സ്വാധീനമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിസ്സംശയം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള സെൽഫിഷുള്ള കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കും.
അപ്പോൾ യേശുവിനെ സുവിശേഷം നമ്മൾ കാണുന്നത് ഉണ്ടാക്കിയെടുത്ത കഥയാണെന്നിരിക്കട്ടെ, യേശുവിനെ സുവിശേഷം കാണുന്ന അത്രയും മഹൽ സ്വഭാവമുള്ള, അത്രയും മഹൽ ശക്തിയുള്ള ഒരു എപ്പിറ്റമായിട്ട് കാണിച്ചിട്ട് ഈ കഥാപാത്രം ഒരിക്കൽ പോലും തൻ്റെ സെൽഫിഷ്നസിന് വേണ്ടി ഈ ശക്തികളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വളരെ റാഡിക്കലായിട്ടുള്ള ഒരു കഥാപാത്രം. ഇനി അതുമാത്രമല്ല, യേശുവിൻ്റെ കഥ അല്ലെങ്കിൽ യേശു എന്ന വ്യക്തിയെ മറ്റ് കഥകളുടെ ബേസിൽ നിന്ന് കോപ്പി അടിച്ച് ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണെങ്കിൽ എന്തുകൊണ്ട് വേറൊരു കഥാപാത്രവും, എന്തുകൊണ്ട് വേറൊരു ദൈവസങ്കല്പവും സക്സസ്ഫുൾ ആവാത്ത രീതിയിൽ, അങ്ങനെ വാക്ക് ഉപയോഗിക്കാമെങ്കിൽ, അല്ലെങ്കിൽ പ്രശസ്തി ആർജിക്കാത്ത, ലോകത്തിൻ്റെ നെറുകയിലെത്താത്ത രീതിയിൽ എന്തുകൊണ്ട് ഈ ഒരു കഥാപാത്രം മാത്രം എത്തി നിൽക്കുന്നു എന്നൊരു ചോദ്യം. പിന്നെ എന്താണ് ഈ പറയുന്ന ക്രിസ്തുവിൻ്റെ, ഈ കെട്ടിച്ചമയ്ക്കപ്പെട്ട നിങ്ങൾ ചിന്തിക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുള്ള ഏത് കാര്യമാണ് ശിഷ്യന്മാരെ ഇത്ര രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത, അവർക്ക് ജീവൻ തന്നെ വെടിയാൻ വേണ്ടി തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്ത, ഇത്ര രീതിയിൽ ലോകത്തെ മാറ്റിമറിച്ച എന്താണ് ഈ പറയുന്ന വെറും കഥയാണെങ്കിൽ എന്താണ് ഇതിലുള്ളത് എന്നൊരു ചോദ്യം. അപ്പോൾ ഇതിൽ ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം ഇതാണ്: ക്രിസ്തു എന്നത് ഒരു ചരിത്രപുരുഷനാണെന്നുള്ളത് നിസ്സംശയം ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ എതിർക്കുന്നവർ അക്കാഡമിക തലത്തിൻ്റെ ഒരു വെറും പുറമ്പോക്കിൽ, ഒരു ഫ്രിഞ്ചിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് മാത്രമാണ്. ഈ ചരിത്രപരമായിട്ടുള്ള വസ്തുതയിൽ ഈ ചരിത്രപുരുഷനായ, യുഗപുരുഷനായ ക്രിസ്തുവിനെ പറ്റിയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ചരിത്രപരമായ വസ്തുതയിൽ ഊന്നി നിൽക്കുന്ന ഒരു വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം. വെറും കെട്ടുകഥകളിലും ഊഹാപോഹങ്ങളിലും അടിസ്ഥാനപ്പെട്ടുള്ളതല്ല, മറിച്ച് വ്യക്തമായിട്ടുള്ള ചരിത്രത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന വിശ്വാസം. ആ ക്രിസ്തീയ വിശ്വാസം വിശകലനം ചെയ്യുവാൻ നിങ്ങൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ, നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഇതിനെ വിശകലനം ചെയ്യും എന്നാണ് ഞങ്ങളുടെ ആഹ്വാനം, എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും. എന്നാൽ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു: ശരി, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ക്രിസ്തു ഉണ്ടെങ്കിൽ ഈ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവോ? ഇത് ചരിത്രപുരുഷനെങ്കിൽ ചരിത്രപരമായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കുമോ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. ആ ചോദ്യത്തിലേക്ക് നമ്മൾ അടുത്ത ലക്കത്തിലെ, വേണമെങ്കിൽ അങ്ങനെ പറയാം, അടുത്ത ലക്കത്തിലെ വീഡിയോയിൽ നമ്മൾ മടങ്ങി വരും. നിങ്ങളും മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണാം. ഗോഡ് ബ്ലെസ്.